أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا همة الشيخ احضري لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالغفر اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ഇറാൻ്റെ ദർസിലെ തിജാനികളുടെ വിശ്വാസങ്ങളെക്കുറിച്ച് നമ്മൾ അഖീദിനെ കുറിച്ചായിരുന്നു വിശദീകരിച്ചിരുന്നത്. നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയിലാണ്. അതിനെ ആ അഖീദ എന്താണെന്ന് ചെറിയ രൂപത്തിൽ പറയുമായിരുന്നു. അതിൻ്റെ ഒരു ബാക്കി ഭാഗം തന്നെയാണ് ഇന്നും പറയുന്നത് ഇൻഷാ അല്ലാഹ്. തുടർന്ന് ഒരു തിജാനിയുടെ മദ്ഹബ് എന്തായിരിക്കണം, മാലിക്കി മദ്ഹബുമായി തിജാനികളുടെ ബന്ധം എന്താണ്, പിന്നെ നിസ്കാരത്തെക്കുറിച്ച് ഉള്ള ചെറിയൊരു പരാമർശവും ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടക്ക ഭാഗം ഞാൻ മലയാളത്തിൽ തന്നെ വായിക്കാം. അവസാനത്തെ ഭാഗം കുറച്ച് പ്രധാനപ്പെട്ടതായി കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ട് ഞാനത് അറബിയും മലയാളവും വായിക്കാം ഇൻഷാ അല്ലാഹ്. മുന്നറിയിപ്പ്. നരകത്തിലെ ശാശ്വതമായ വാസത്തിൽ നിന്നും രക്ഷപ്പെടുന്ന വിശ്വാസം, അതായത് ഈമാൻ എന്നത് അള്ളാഹുവിലും അവൻ്റെ നബിമാരിലും വേദഗ്രന്ഥങ്ങളിലും മുസ്ലിങ്ങളിലുമുള്ള അടിയുറച്ച വിശ്വാസമാണ്, മറ്റൊന്നുമല്ല. അതായത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. ആരാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക? അള്ളാഹുവിലും നബിമാരിലും ഗ്രന്ഥങ്ങളിലൊക്കെ വിശ്വസിച്ചവരാണ് രക്ഷപ്പെടുക. അതോടൊപ്പം കർമ്മങ്ങൾ ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇതൊരാൾ വിശ്വസിച്ചു, അമലുകളൊന്നും ചെയ്തില്ല എങ്കിലും അവരൊരു കാഫിറല്ലെങ്കിൽ അവന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് സാധിക്കും എന്നതാണ് നമ്മുടെ വിശ്വാസം. ഇനി ഹൃദയത്തിലുള്ള വിശ്വാസവും നാവ് കൊണ്ടുള്ള ഉച്ചാരണവും ഒരുമിച്ചാൽ പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായ പ്രകാരം അവർ വിശ്വാസിയാണ്. ഇവ രണ്ടും ഇല്ലെങ്കിൽ ഏകോപിച്ച അഭിപ്രായ പ്രകാരം അവർ കാഫിറാണ്. ബാഹ്യമായിട്ടോ ആന്തരികമായോ അവർക്ക് വിശ്വാസമില്ല, അവർ കാഫിറാണ്. എന്നാൽ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാവുകയും നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതിൽ നിന്ന് അവനെ എന്തെങ്കിലും തടസ്സം തടയുകയും ചെയ്താൽ പ്രബല അഭിപ്രായ പ്രകാരം അവന് വിശ്വാസിയാണ്. അതും പറയുന്നത് വിശ്വാസത്തിലായിട്ട് അവൻ ജീവിക്കുന്നില്ല, അവൻ്റെ പ്രവർത്തനങ്ങളിൽ അങ്ങനെ കാണുന്നില്ല, അവൻ്റെ വാക്കുകളിൽ അങ്ങനെ കാണുന്നില്ല. ഉള്ളിൽ വിശ്വാസമുണ്ട് എങ്കിൽ അവനും വിശ്വാസിയാണ്. നാവ് കൊണ്ടുള്ള ഉച്ചാരണം മാത്രമാണുള്ളതെങ്കിൽ അവൻ കപടവിശ്വാസിയോ മതനിഷേധിയോ ആണ്. ഒരാൾ ബാഹ്യമായി വിശ്വാസിയാണെന്ന് പറയുന്നു, എന്നാൽ ആന്തരികമായി ഇല്ല, അവൻ കപടവിശ്വാസിയാണ്. പിന്നീട് അറിവുള്ള ഒരാളെ അനുകരിച്ച് വിശ്വസിച്ചാലും അവൻ്റെ വിശ്വാസം ശരിയാകുന്നതാണ്. അപ്പോൾ ഒരാളുടെ വിശ്വാസം അതിനെപ്പറ്റി വിശ്വാസത്തെപ്പറ്റി വിശദീകരിച്ചൊന്നും അറിയില്ല, പക്ഷെ ഇന്ന ആളെന്താണോ വിശ്വസിക്കുന്നത് അത് ഞാൻ വിശ്വസിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴും അവൻ വിശ്വാസിയാണ്. ആ ആൾ വിശ്വാസിയാണെങ്കിൽ സാമാന്യമായ വിശ്വാസം തന്നെ അവന് മതിയാകുന്നതാണ്. അതിനാൽ നിർബന്ധമായും ആദ്യമായി വിശ്വസിക്കേണ്ടത് അള്ളാഹുവിലും അവൻ്റെ മുർസലീങ്ങളിലും അവൻ്റെ ദീനിലുമാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് അതിന് ആധാരം. അറിയുക, അള്ളാഹു അല്ലാത്തൊരു ആരാധ്യനില്ല, അവൻ ഏകനായ ആരാധ്യം മാത്രമാണെന്ന് അവർ അറിയുന്നതിനും വേണ്ടി. അവന് യാതൊരു പങ്കുകാരുമില്ല, തുല്യനായവനുമല്ല, പിതാവില്ല, സന്താനവുമില്ല, അവന് ഭാര്യയുമില്ല, ഒരു കൂട്ടാളികളുമില്ല. അവൻ്റെ അനാദിത്വത്തിന് ഒരു ആരംഭവുമില്ല, അവൻ്റെ അനന്തതയ്ക്ക് ഒരു ഒടുക്കവുമില്ല. അവൻ്റെ വിശേഷണങ്ങളുടെ യാഥാർത്ഥ്യം അവയുടെ അനാദിത്യം കാരണം പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതായത് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അതിന് തുടക്കമില്ലാത്തതായതുകൊണ്ട് നമ്മളുടെ വിശേഷണങ്ങൾക്കൊക്കെ തുടക്കമുണ്ട്, ഒടുക്കവുമുണ്ട്. എന്നാൽ അള്ളാഹിൻ്റെ വിശേഷണങ്ങൾക്ക് തുടക്കവും ഒടുക്കവുമൊന്നുമില്ല. അതുകൊണ്ട് അത് പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ. അതുപോലെ അവൻ്റെ സത്തയുടെ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും സാധിക്കൂല. അള്ളാഹിൻ്റെ ദാത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അപ്പം അള്ളാഹിൻ്റെ ദാത്തിനെ കുറിച്ച് കുറേ ചിന്തിക്കുക അത് ശരിയുമല്ല. മറിച്ച് നമ്മുടെ ബുദ്ധിയിൽ അവൻ സ്ഥാപിച്ചിട്ടുള്ള തെളിവുകളിലൂടെ അവൻ്റെ വിശേഷണങ്ങളെ ഒരു സൂചനയായി മനസ്സിലാക്കാമെന്നല്ലാതെ
പൂർണ്ണമായി ഗ്രഹിക്കുക സാധ്യമല്ല. അപ്പോൾ അള്ളാഹുവിനെ നമ്മളെങ്ങനെ അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധി കൊണ്ട് അവൻ സ്ഥാപിച്ച കുറേ ദൃഷ്ടാന്തങ്ങൾ തെളിവുകളുണ്ടാവും. ആ തെളിവുകളിലൂടെ ഒരു സൂചനയൊന്നുമാണ് നമുക്ക് അവനെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ അവനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ആർക്കും സാധിക്കൂല. അതിനാൽ അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് അത്യുന്നതനായ അവൻ്റെ വിശേഷണങ്ങളുടെ അർത്ഥം മനസ്സിലാക്കപ്പെടുന്നത്, അല്ലാതെ സ്വയമല്ല. നമുക്ക് സ്വയം മനസ്സിലാവില്ല. അവൻ നമ്മുടെ ഉള്ളിൽ ഇട്ട് തരുന്ന ഒരു സൂചനൻ്റെ അടിസ്ഥാനത്തിൽ അവനെ കൊണ്ട് തന്നെയാണ് നമുക്ക് അവനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു, അബി യഅരിഫൂനി, എന്നെ കൊണ്ട് തന്നെയാണ് അവർ എന്നെ അറിയുന്നത് എന്ന്. ആരിഫീങ്ങൾക്ക് പോലും അവൻ്റെ അവസ്ഥകളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആരിഫീങ്ങൾക്ക് അള്ളാഹിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. അങ്ങനെയല്ല, അത് ശരിയല്ല. അവൻ്റെ ദൃഷ്ടാന്തരങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, അവൻ്റെ സത്തയെക്കുറിച്ചല്ല. ഒരു ആരിഫായ മനുഷ്യൻ എന്താ ചെയ്യുക? ഒരു ആരിഫ് എപ്പോഴും അള്ളാഹിൻ്റെ ദാത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണോ അവൻ ചെയ്യേണ്ടത്? അള്ളാഹിൻ്റെ ആ പരമമായ ദാത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണോ അവൻ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. അതിനവന് സാധിക്കൂല. അവനെ എപ്പോഴും ചിന്തിക്കേണ്ടത് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ്. അവൻ വെളിവാക്കിയ അവനിപ്പോൾ അവന് മുമ്പിൽ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അവന് അനുഭവേദ്യമായ കാര്യങ്ങളിലാണ് അവൻ സഞ്ചരിക്കേണ്ടത്. അല്ലാതെ അതിൻ്റെ പിന്നോട്ട് പോയാൽ അവനും ഇല്ലാണ്ടാവും, ഈ അനുഭവങ്ങളും ഇല്ലാണ്ടാവും. പിന്നെ അവന് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂല. അവൻ പൂർണ്ണമായ ഇല്ലായ്മയിലേക്ക് ആയിപ്പോവും. അപ്പോൾ അവൻ നല്ലത് അവൻ എപ്പോഴും ആ മറയിലായി നിൽക്കുന്നതാണ്, ആ ദൃഷ്ടാന്തങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ്. ആരിഫിന് പോലും ആരിഫിൻ്റെ യാത്ര ആ ദൃഷ്ടാന്തങ്ങളിലൂടെ, അള്ളാഹിൻ്റെ ആയാത്തുകളിലൂടെ, അള്ളാഹിൻ്റെ തജല്ലിയിലൂടെ ഉള്ള യാത്രയാണ്. അവൻ്റെ അറിവുകളിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ മറ്റൊന്നും അവർക്ക് ഉൾക്കൊള്ളാനാവില്ല. അള്ളാഹു അറിയിച്ചു തരുന്ന അറിവുകളിൽ അവൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ, വേറൊന്നും അറിയില്ല. അവൻ്റെ കുർസി ആകാശങ്ങളെയും ഭൂമിയെയും ഉൾക്കൊള്ളുന്ന അത്ര വിശാലമാണ്. അവൻ രണ്ടിനെയും സംരക്ഷിക്കുന്നത് അവനൊരു പ്രയാസവുമുള്ള കാര്യമല്ല. അള്ളാഹു ആകാശവും ഭൂമിയും സംരക്ഷിക്കുന്ന വെച്ചാൽ അതൊരു പ്രയാസപ്പെട്ട് സംരക്ഷിക്കാനെന്ന് വിചാരിക്കരുത്. അവൻ അത്യുന്നതനും മഹാനും സൂക്ഷ്മജ്ഞാനിയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനും സർവശക്തനും എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. അള്ളാഹു തൻ്റെ സത്ത കൊണ്ടും അറിവ് കൊണ്ടും സർവാധിപത്യം കൊണ്ടും എല്ലാ സൃഷ്ടികൾക്കും ഉപരിയാണ്. തൻ്റെ അറിവ് കൊണ്ട് അവൻ എല്ലാ സ്ഥലങ്ങളിലും കാലങ്ങളിലും സാന്നിധ്യമുള്ളവനാണ്. മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നാം അറിയുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തേക്കാൾ അവനോട് ഏറ്റവും അടുത്തവനാണ് അവൻ. നമുക്ക് ഏറ്റവും അടുത്തതായിട്ട് നമുക്ക് തോന്നുന്നത് എന്താണ്? നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തേക്കാൾ നമ്മൾ അടുത്തവനാണ് അള്ളാഹു. അവനറിയാതെ ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല. ഭൂമിയുടെ അന്തരകാരങ്ങളിലെ ഒരു ധാന്യമണിയോ പച്ചയോ ഉണങ്ങിയതോ ആയ യാതൊന്നുമോ ലൗഹുൽ മഹ്ഫൂദ് എന്ന വ്യക്തമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്തതില്ല. തൻ്റെ അധികാരത്തിൻ്റെ പേന കൊണ്ട് അവൻ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെടാത്ത ഒന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ നമ്മൾ വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഓരോ കാര്യവും അത് അസ്തിത്വത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അവൻ അറിയുകയും അവയെല്ലാം അവൻ്റെ വിധിപ്രകാരം സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സൃഷ്ടികളുടെ കർമ്മങ്ങളും വാക്കുകളും അവൻ്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹുവിൻ്റെ ഇവിടെയുള്ള എല്ലാ കർമ്മങ്ങളും സൃഷ്ടികൾ എന്ത് ചെയ്യുന്നു അതൊക്കെ അള്ളാഹ് തീരുമാനിച്ചിട്ടാണ് സംഭവിക്കുന്നത്. സൃഷ്ടിച്ചവൻ അറിയുകയില്ലേ? അവൻ സൂക്ഷ്മജ്ഞാനിയും സർവവും അറിയുന്നവനുമാണ്. അതായത് നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണല്ലോ. അള്ളാഹു നമ്മളെ കാര്യങ്ങൾ അറിയില്ലേ? നമ്മൾ മുമ്പ് ഇത് സംസാരിച്ചിരുന്നു. നമ്മളെ നിയമങ്ങൾ സംവിധാനിക്കേണ്ടത്, നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടത് നമ്മളല്ല, നമ്മളെ സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ശരീഅത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് യുക്തിഭദ്രമായി തോന്നുന്നില്ലെങ്കിൽ പോലും ശരീഅത്ത് നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കാന്നല്ല. കാരണം നമ്മൾ സൃഷ്ടിച്ചവനെ നമ്മളെ പറ്റി അറിയൂ. ഇവിടെ പുരുഷനെ പറ്റി അറിയുന്നവൻ, സ്ത്രീനെ പറ്റി അറിയുന്നവൻ, മക്കളെക്കുറിച്ച് അറിയുന്നവൻ, രാജാവിനെ കുറിച്ച് അറിയുന്നവൻ, പ്രജനെക്കുറിച്ച് അറിയുന്നവൻ, മൃഗങ്ങളെക്കുറിച്ച് അറിയുന്നവൻ, എല്ലാത്തിനെയും അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ആ അറിയുന്നവനായ റബ്ബ് ഒരു നിയമം നമ്മളെ മുമ്പിൽ വെച്ച് തന്നാൽ, ഒരു കുട്ടിക്കൊരു നിയമം, സ്ത്രീക്കൊരു നിയമം, പുരുഷനൊരു നിയമം, ഗൃഹനാഥനൊരു നിയമം, ഒരു കമ്പനി ഒരു നിയമം, കച്ചവടത്തിനൊരു നിയമം, കൃഷിക്കൊരു നിയമം, ഇങ്ങനെ നിയമം അവൻ സംവിധാനിച്ചാൽ പിന്നെ ആ നിയമം യുക്തിഭദ്രമാണോ നോക്കുന്നത് ശരിയായ കാര്യമല്ല. കാരണം അവനാണത് പറഞ്ഞു തന്നെ, നമുക്കറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. താൻ ഉദ്ദേശിക്കുന്നവരെ
തൻ്റെ നീതിയിലൂടെ അവൻ വൈബേൽപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹു തന്നെയാണ് ഇവിടെ വൈബേൽപ്പിക്കുന്ന നമുക്ക് വിശ്വാസം ഉണ്ടാവണം. താൻ ഉദ്ദേശിക്കുന്നവരെ തൻ്റെ ഔദാര്യത്തിലൂടെ അവൻ നേർവഴിയിലാക്കുന്നു. അവൻ ഓരോരുത്തരും അവൻ്റെ അറിവിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സൗഭാഗ്യമോ നിർഭാഗ്യമോ അവന് എളുപ്പമാക്കി കൊടുക്കുന്നു. ഓരോരുത്തരും നേർവഴിയിലാവുന്നതും ഓരോരുത്തരും വൈകേടിലാവുന്നതും ഒക്കെ അവൻ്റെ അറിവിൽപ്പെട്ട തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് അറിയുന്ന ഒരു ആരിഫിനെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും സമാധാനത്തിലാണ്. കാരണം എന്താണ്? അവനിവിടെ ഒന്നും കാര്യമായി മാറ്റം വരുത്താനില്ല. ആരെങ്കിലും എന്തെങ്കിലും ആയതുകൊണ്ട് അവന് സങ്കടവും ഇല്ല, ആരെങ്കിലും ഒരുപാട് നന്നായതുകൊണ്ട് അവന് സന്തോഷവും ഇല്ല. കാരണം ഇതൊക്കെ അവൻ ആദ്യമേ സംവിധാനിച്ചതാണ്. ഇതിലൊന്നും മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ ഉദ്ദേശിച്ചാൽ നടക്കുകയില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന അള്ളാഹിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക മാത്രമാണ്. നമ്മൾ ചെയ്തതുകൊണ്ട് നമ്മൾ കുറേ പരിശ്രമിച്ചുകൊണ്ട് എല്ലാവരും നന്നാവണമെന്നില്ല, നമ്മൾ പരിശ്രമിക്കാത്തതുകൊണ്ട് എല്ലാവരും മോശമാവണമെന്നില്ല. നന്നായാൽ അള്ളാഹുവിനൊരു ഗുണവുമില്ല, മോശമായ അള്ളാഹുവിന് നഷ്ടപ്പെടാനുമില്ല. ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഒരു ആരിഫിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സമാധാനമാണ്. അവൻ ഇവിടെ ഒന്നും മാറ്റം വരുത്താനില്ലല്ലോ. ആകെ ചെയ്യാനുള്ള അവൻ്റെ യജമാനനെ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് അവൻ്റെ വിഷയത്തിലുള്ള അനുസരണ. അതായത് അവൻ സ്വയം അനുസരിക്കുക മാത്രവുമല്ല, മറ്റുള്ളവരിലേക്ക് ചേരുന്ന അനുസരണ, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, മാർഗദർശനം ചെയ്തു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, തിരുത്തി കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഒരു വൈകാട്ടിക്ക് ഒരു ദാവത്ത് ചെയ്യുന്ന ആളുകൾക്ക് വളരെ സമാധാനത്തിൽ ദാവത്ത് ചെയ്യാൻ പറ്റും. കാരണം അവൻ്റെ ദാവത്ത് ആരും കേട്ടില്ലെങ്കിൽ അവന് കുഴപ്പമില്ല. അവൻ പറഞ്ഞു കൊടുക്കുന്നത് ആർക്കും മനസ്സിലായില്ലെങ്കിലും അവന് കുഴപ്പമില്ല. അവൻ ചെയ്യുന്നത് അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ്, അവനോട് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ഇവിടെയുള്ള എല്ലാവരും ഇതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ അവനൊരു സങ്കടമോ ഇതൊന്നുമില്ല. കാരണം അള്ളാഹു ഉദ്ദേശിച്ചിട്ടാണ് അവർ കേൾക്കാത്തത്, അള്ളാഹു ഉദ്ദേശിച്ചിട്ടാണ് അവർ ആയി നിൽക്കുന്നത്. അതിലൊന്നും പരിഭവമില്ല. അതോടൊപ്പം അവനിലേക്ക് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വിശേഷണം, അവനിപ്പോഴും സ്തുതിക്കുന്നവനായിരിക്കും. അള്ളാഹു അവനെ നന്നാക്കിയത്, അള്ളാഹു അവന് ഹിദായത്തിൻ്റെ വഴി കാണിച്ചു കൊടുത്തത്, അള്ളാഹു അവന് ആ സ്വാലിഹ്യങ്ങളുമായി ബന്ധിപ്പിച്ചത്, ആരിഫീങ്ങളെ വഴിയിലേക്ക് ചേർത്തി വെച്ചത്, മർബിയായ ശൈഖിൻ്റെ കൈ പിടിപ്പിച്ചത്, അതൊന്നും അവൻ്റെ തെരഞ്ഞെടുപ്പല്ല, അവൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടായതല്ല, അത് അള്ളാഹു അവനെ ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടായതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവനെപ്പോഴും നന്ദി ചെയ്യാനേ തോന്നും. അൽഹംദുലില്ലാ, അള്ളാഹു ഇങ്ങനെ ഇതിലാക്കിയല്ലോ, എന്നെ മറ്റേത് ആക്കിയില്ലല്ലോ, അള്ളാഹിൻ്റെ തെരഞ്ഞെടുപ്പല്ലേ അത് എന്ന് മനസ്സിലാക്കുന്നതിൽ അവൻ നന്ദി പ്രകടിപ്പിക്കാനേ സാധിക്കുള്ളൂ. അല്ലാതെ അവനതിന് കിബിർ നടിക്കാൻ അവനൊന്നും ഇല്ല. മറ്റുള്ളവരെക്കാളും അവന് ഇപ്പം എന്തെങ്കിലും ഒരു സുഖം, ഒരു ക്വാളിറ്റിയോ ക്വാളിഫിക്കേഷനോ ഉണ്ടായതുകൊണ്ടല്ല അവനിങ്ങനെ ആയി തീർന്നത്, അള്ളാഹിൻ്റെ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവനെ അവൻ വൈബേൽപ്പിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ ഔദാര്യത്തിലൂടെ അവൻ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അവൻ ഓരോരുത്തർക്കും അവൻ്റെ അറിവിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സൗഭാഗ്യമോ നിർഭാഗ്യമോ അവൻ എളുപ്പമാക്കി കൊടുക്കുന്നു. അതിനാൽ അവൻ്റെ ആധിപത്യത്തിൽ അവൻ ഉദ്ദേശിക്കാതെ യാതൊന്നും സംഭവിക്കുകയില്ല. അവൻ മറ്റെല്ലാവരിൽ നിന്നും പൂർണ്ണമായ ആശ്രയമുക്തനാണ്. എന്നാൽ മറ്റെല്ലാവരും അവനിലേക്ക് ആശ്രയമുള്ളവരുമാണ്. അവനല്ലാതെ ഒന്നിനും മറ്റൊരു സൃഷ്ടാവില്ല. അവൻ സൃഷ്ടികളെയും അവരുടെ കർമ്മങ്ങളെയും സൃഷ്ടിച്ചു. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരാളെ സൃഷ്ടികളെ മാത്രമല്ല സൃഷ്ടികളെ കർമ്മങ്ങളെയും അവൻ തന്നെയാണ് സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ് നമുക്ക് കാര്യമായി മാറ്റാനുള്ളത്? കാരണം ഇവിടെ സൃഷ്ടികളെയും സൃഷ്ടികളുടെ കർമ്മങ്ങളെയും സൃഷ്ടിച്ചത് അവനാണ്. അപ്പോൾ നമുക്ക് സൃഷ്ടികളുടെ കർമ്മങ്ങളിൽ സന്തുഷ്ടി ഇല്ല എന്ന് കരുതാം. നമുക്കൊരു നീരസം വരുന്നുണ്ട്, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നീരസം വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ നീരസം ആ സൃഷ്ടാവിനോടല്ലേ? കാരണം ആ സൃഷ്ടിയുടെ പ്രവർത്തനവും ഉണ്ടാക്കിയത് ആ റബ്ബന്നല്ലേ. അപ്പോൾ നമുക്കെന്താണ് നമ്മളെ ആ നിരാശ, നമ്മളുടെ ആ നീരസം മടങ്ങുന്നത് സൃഷ്ടാവിലേക്ക് തന്നെയാണ്. അവരുടെ ആയുസ്സുകൾ കൃത്യമായി ക്രമീകരിക്കുകയും ചെയ്തു. അവർക്കെതിരെ തെളിവ് പൂർണ്ണമാക്കാൻ വേണ്ടി മാത്രമാണ് അവൻ ദൂതന്മാരെ മുർസലീങ്ങളെ അയച്ചത്, മറ്റൊന്നുമല്ല. അത് നബിമാരൊക്കെ അള്ളാഹു അയച്ചത് എന്തിനാ? ആളുകളെ നേരെയായി വഴിക്ക് നടത്താനാണ് നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ കാഫിരീങ്ങളെ നന്നാക്കാനോ മുനാഫിക്കീങ്ങളെ റെഡിയാക്കാനോ ഒന്നുമല്ല അള്ളാഹു നബിമാരെ അയച്ചത്. അങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹു ആദ്യമായി നിശ്ചയിച്ചിട്ടുണ്ട് ഇതൊക്കെ, ആരൊക്കെ മുനാഫിക്കാവും, ആരൊക്കെ കാഫിറാവും, ആരൊക്കെ മുഅ്മിനാവും. അത് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് നബിമാരെ അയച്ചത്. അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി നബിമാരെ അയക്കുമ്പോൾ ആ നബിമാരിലൂടെ സത്യവും അസത്യവും വേർതിരിക്കപ്പെടും. നമുക്ക് മനസ്സിലാവും ആരാണ് മുഅ്മിൻ, ആരാണ് കാഫിർ, ആരാണ് മുനാഫിക്ക്. അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലുള്ള അള്ളാഹിൻ്റെ ഖലീഫമാരിലൂടെയും അത് വെളിവാക്കപ്പെടും.
ആ ഖലീഫന്മാരെ മുമ്പിൽ വരുമ്പോൾ അവർ അംഗീകരിക്കുന്നവരെ, അവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞിരുന്ന വിശ്വാസം ഉള്ളിലില്ലാത്തവരെ, എന്നാൽ ആ വിശ്വാസം തീരെ ഇല്ലാത്തവർ, ഇതൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. സയ്യിദിന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അവൻ നിസാലത്തും നുബുവത്തും മുദ്രണം ചെയ്തു. അങ്ങനെ അവിടുത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ അവസാനത്തെ റസൂലാക്കി. സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരും അള്ളാഹുവിൻ്റെ അനുമതിയോടെ അവനിലേക്ക് വിളിക്കുന്നവരും പ്രകാശം പരത്തുന്ന വിളക്കുമായിട്ടാണ് അവിടുത്തെ നിയോഗിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് അവൻ ഖുർആൻ അവതരിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൂടെ അവൻ നേരായ മതത്തെ വിശദീകരിച്ചു. അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളും സഞ്ചരിച്ച അതേ നേരായ പാതയിലേക്ക് അതിലൂടെ അവൻ മാർഗദർശനം നൽകി. അതുകൊണ്ട് അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഒന്നാമത് അള്ളാഹുവിൻ്റെ വിധിനെക്കുറിച്ച്, അള്ളാഹിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച്, അടിമയുടെ അവസ്ഥയെക്കുറിച്ച്, മുർസലീങ്ങൾ എന്തിനെ അയച്ചതിനെക്കുറിച്ച്. ഇനി അടുത്തൊരു കാര്യം വരുന്നത് അന്ത്യനാളുണ്ടോ? ചിലവരൊക്കെ അന്ത്യനാളിനെ അവിശ്വസിക്കുന്നവരുണ്ട്. തിജാനികൾ അന്ത്യനാളിനെ അവിശ്വസിക്കുന്നവരല്ല. അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അവൻ നിങ്ങളെ ആദ്യമായി സൃഷ്ടിച്ചതുപോലെ അവൻ നിങ്ങളെ മടക്കി വരുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ മടങ്ങി വരുന്നതാണ് എന്ന ഖുർആനിലെ ആയത്ത് പറഞ്ഞതുപോലെ തൻ്റെ സത്യവിശ്വാസികളായ ദാസന്മാർക്ക് തൻ്റെ ഔദാര്യം കൊണ്ട് അവൻ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഇരട്ടിയാക്കി നൽകും. അത് പരലോകത്ത് വെച്ചിട്ട് അവൻ്റെ അടിമകൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അവരുടെ അമലുകളുടെ പ്രതിഫലം അവൻ ഇരട്ടിയായി നൽകും. പാശ്ചാത്താപം മുഖേന വൻ പാപങ്ങൾക്ക് തൻ്റെ ഔദാര്യങ്ങൾ അവൻ വിട്ടുവീഴ്ച ചെയ്യും. അപ്പോൾ വൻ പാപങ്ങൾ ചെയ്ത ആളുകളാണെങ്കിൽ അള്ളാഹു അവൻ്റെ ഔദാര്യങ്ങൾ കൊണ്ട് അവൻ പാശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ച നൽകും. വൻപാപങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ ചെറുപാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യും. വൻപാപങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെറുപാപങ്ങൾ അള്ളാഹു പൊറുക്കലിനെ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു പുറത്തു കൊടുക്കും. എന്നാൽ പാശ്ചാത്തപിക്കാത്തവർ അവൻ ഉദ്ദേശത്തിൻ്റെ കീഴിലാണ്. അതായത് ഒരാൾ വൻപാപങ്ങൾ ചെയ്തു, അവൻ തൗബ ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ ഓർക്കും, ചിലപ്പോൾ ഓർക്കൂല. അവൻ ശിക്ഷിക്കുന്നവരെ സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അതായത് അവൻ ശിക്ഷിക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങളാണെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ അവൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. അവൻ ഓരോ വ്യക്തിയും തൻ്റെ കർമ്മം, അതായത് അതിനുള്ള പ്രതിഫലം കാണുന്നതാണ്. അപ്പോൾ സ്വർഗവും നരകവും ഒക്കെ സത്യമാണ്, ഖിയാമത്ത് നാൾ സത്യമാണ്, പ്രതിഫലം സത്യമാണ്. ഇതൊക്കെ നമ്മൾ തിജാനികളുടെ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ സത്യമാണ്. അതായത് ഷഫാത്ത് എന്ന സംഭവം സത്യമാണ്. ഷഫാത്ത് ഇല്ല എന്നല്ല നമ്മൾ വിശ്വാസം. ഷഫാത്ത് ഉണ്ട്. വൻപാപികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്ക് വേണ്ടി ശുപാർശ ചെയ്തുവോ അവർ ആ ശുപാർശ മുഖേന നരകത്തിൽ നിന്നും പുറത്തു കിടക്കുന്നതാണ്. അള്ളാഹു തൻ്റെ ഇഷ്ടദാസന്മാർക്ക് സ്വർഗത്തെ ശാശ്വതമായി വാസസ്ഥലമാക്കി ഒരുക്കിക്കൊടുത്തു. അവിടെ എല്ലാ സത്യവിശ്വാസികൾക്കും അവൻ്റെ ആദരണീയമായ മുഖത്തേക്ക് യാതൊരു രൂപകൽപ്പനയോ സാദൃശ്യമോ കൂടാതെ നോക്കിക്കാണാനുള്ള അനുഗ്രഹം അവൻ നൽകിയിരിക്കുന്നു. അവിടെ സ്വർഗത്തിൽ വെച്ച് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ, അള്ളാഹിൻ്റെ ലിഖാഇനെ കാണാനുള്ള തൗഫീഖ് ഉണ്ടാവും. അമ്പിയാക്കന്മാർക്കും അവരോടൊപ്പമുള്ള ആരിഫീങ്ങൾക്കും എല്ലാ നിമിഷത്തിലും ഓരോ ശ്വാസത്തിലും അവനെ കാണാവുന്നതാണ്. അവിടെ വെച്ചിട്ട് ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ എല്ലാ നിമിഷത്തിലും അവർക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. എന്നാൽ മറ്റു വിശ്വാസികൾ വെള്ളിയാഴ്ചകളിലും ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ ദിവസങ്ങൾ അവനെ കാണും. മറ്റു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും സമയങ്ങളിൽ, അള്ളാഹു ഉദ്ദേശിച്ച സമയങ്ങളിൽ മാത്രമേ അള്ളാഹിനെ കാണാൻ അവർക്ക് സാധിക്കുള്ളൂ. അതായത് അവരിൽ നിന്നുള്ള പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, ബുദ്ധിമാന്ദ്യമുള്ളവർ, ജിന്നുകൾ, മലക്കുകൾ, മുൻകഴിഞ്ഞ സമുദായങ്ങൾ, വിശ്വാസികൾ എന്നിവർ ആ സ്വർഗം, അവരൊക്കെ അവർ നിശ്ചിത സമയങ്ങളിൽ വെച്ച് അള്ളാഹുവിനെ കാണും. ആ സ്വർഗം ഇപ്പോഴും തന്നെ നിലവിലുണ്ട്. ആ സ്വർഗം ശേഷം വരാനിരിക്കുന്നതല്ല, ഇപ്പോഴും സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്കാണ് നമ്മൾ കടത്തപ്പെടുക. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായ ആദം നബി അലൈഹി ഇസ്ലാമിനെ ആ സ്വർഗത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. തൻ്റെ സന്താന പരമ്പരങ്ങളുടെ ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനും സ്വർഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹം പൂർണ്ണമാകുന്നതിനും വേണ്ടിയാണത്. എന്തിനാണ് സ്വർഗത്തിലേക്ക് അടച്ച് കയറ്റി സ്വർഗത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നത്? സ്വർഗത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നാലേ സന്താന പരമ്പരകളും ഇതൊക്കെ ഉണ്ടാവുള്ളൂ, ഈ സൃഷ്ടിയും അതായത് ഈ ജീവിതമൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ ഈ മക്കളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റും, തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മാത്രമല്ല സ്വർഗത്തിൽ ആണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദ്യം വെച്ചത് എന്ന കാരണം കൊണ്ട് ആ സ്വർഗത്തിലേക്കുള്ള ഒരു ആഗ്രഹവും ആദം നബി അലൈഹി ഇസ്ലാമിലും സന്താന പരമ്പരകളിലും ഉണ്ടാവും. ഈ കാരണം കൊണ്ടാണ് സ്വർഗത്തിൽ ആദ്യം ആദം നബി അലൈഹി ഇസ്ലാമിനെ വെച്ചത്.
ഇഹലോകത്തെ ദേഹേച്ഛകളെയും മറ്റ് പ്രയാസങ്ങളെയും തരണം ചെയ്യുന്നതിലൂടെ പരിശുദ്ധമായ സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ മഹത്വം അദ്ദേഹത്തെ പൂർണ്ണമായി ബോധ്യപ്പെടുത്താനും ഇതിലൂടെ ലക്ഷ്യമാക്കി. അപ്പോൾ സ്വർഗത്തിൻ്റെ മഹത്വം എത്രമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഈ ലോകത്തേക്ക് അയച്ചു. അപ്പോഴാണ് ഇഹലോകത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലും ഒക്കെ അവർ കടന്നു പോകുന്നത്. അപ്പോൾ സ്വർഗത്തിൻ്റെ അനുഭൂതി എത്ര മാത്രമാണെന്ന് ഇതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഉത്തമരും അവൻ്റെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനവും അധികാരത്തിൻ്റെ കേന്ദ്രവും വിധികൾക്കും നിയമങ്ങൾക്കുമുള്ള സിംഹാസനവുമായ നമ്മുടെ നേതാവ് സ്തുതിക്കപ്പെട്ടവരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹത്തിൻ്റെ പരമ്പരയിലൂടെ സൃഷ്ടിച്ചുകൊണ്ട് അത് നബിയുടെ പദവിയെ ആദരിക്കാനും കൂടിയാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് എന്തിനാണ് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് അയച്ചത്? അവരുടെ സന്താന പരമ്പരയിൽ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ആദം നബി അലൈഹി സ്വലാമിനെ ബഹുമാനിക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടിയാണ് സ്വർഗത്തിൽ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. സത്യനിഷേധികൾക്കുള്ള ശാശ്വതമായ വാസസ്ഥലമായും തെറ്റുകാരായ സത്യവിശ്വാസികൾക്കുള്ള ഒരു ശുദ്ധീകരണ കേന്ദ്രമായും അവൻ നരകത്തെ സൃഷ്ടിച്ചു. അതായത് നരകത്തെ എന്തിനാ അവൻ സൃഷ്ടിച്ചത്? ഒന്ന്, കാഫിര്യങ്ങൾക്ക് സ്ഥിരമായി താമസിക്കാനുള്ള ഒരു സ്ഥലം. രണ്ടാമത്തത്, തെറ്റുകൾ മുഴുകി ജീവിക്കുന്ന മോമിനീങ്ങളായ ആളുകളെ ശുദ്ധീകരിക്കാൻ വേണ്ടി. അപ്പം നരകം എന്ന് പറയുന്നത് കൂടുതൽ ശുദ്ധീകരണ മോമിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ദുനിയാവിലും അങ്ങനെ തന്നെയാണല്ലോ. ദുനിയാവിൽ അള്ളാഹു എന്തെങ്കിലും പ്രയാസം മോമിനീങ്ങൾ കൊടുക്കുന്നത് എന്തിനാ? അവരെ ബുദ്ധിമുട്ടാവുന്ന അവർക്ക് പരീക്ഷണങ്ങൾ എന്തിനാ ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്നത്? അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി, അവരുടെ ഈമാൻ ശരിയാക്കാൻ വേണ്ടി, അള്ളാഹുലേക്കുള്ള മടക്കം അവർക്ക് സാധ്യമാക്കാൻ വേണ്ടി അല്ലേ? അതുപോലെ തന്നെയാണ് നാളെ പരലോകത്തും അള്ളാഹു നരകം മോമിനീങ്ങൾക്ക് സംവിധാനിക്കുന്നത്. അവരെ ആ നരകത്തിലിട്ട് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, നരകത്തിലിട്ട് അവർ സ്ഫുടം ചെയ്യാൻ വേണ്ടിയാണ്. അതിനാൽ ഇഹലോകത്ത് അതിനെ ഭയന്നുകൊണ്ട് പാപങ്ങളിൽ നിന്ന് അകന്ന് സുഖങ്ങളെ പരിശുദ്ധമാക്കുന്നതിനും പരലോകത്ത് ശാശ്വതമായ സുഖാനുഭവങ്ങൾ അർഹമാവാൻ വേണ്ടി സത്തകളെ ശുദ്ധീകരിക്കുന്നതിനാണ് ഇത് സഹായകമാവുന്നത്. അപ്പോൾ ഈ ലോകത്ത് വെച്ച് നമ്മൾ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മൾ പരിശുദ്ധി ആർജിക്കാനും പരലോകത്ത് ആ പരിശുദ്ധിയിലേക്ക് പോവാൻ നമുക്ക് തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ പരിശുദ്ധിയിലേക്ക് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു ശുദ്ധീകരിക്കുന്ന പ്രക്രിയയായിട്ടാണ് നരകത്തെ അള്ളാഹു സംവിധാനിച്ചത്. അതിനാൽ നിഷിദ്ധമായവയെ മുറിച്ചു മാറ്റുക എന്ന അഗ്നി കൊണ്ട് ഇവിടെ വെച്ച് സ്വന്തം നഫ്സിനെ ശുദ്ധീകരിക്കുകയും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവന് ഒരു പ്രത്യേക പ്രകാശം ജ്വലിക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഈ ലോകത്ത് വെച്ച് സ്വന്തം നഫ്സിനെ ശുദ്ധീകരിച്ചു. എങ്ങനെ ശുദ്ധീകരിച്ചു? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രവർത്തിച്ചുകൊണ്ട് അവൻ ശുദ്ധീകരിച്ചാൽ അവൻ്റെ ഉള്ളിൽ ഒരു പ്രകാശം ഉണ്ടാവും. അള്ളാഹു നിന്നുള്ള അകൽച്ചയുടെ അഗ്നിയിൽ നിന്നുള്ള എല്ലാ തീയിനെയും ആ പ്രകാശം അവനിൽ നിന്ന് കെടുത്തിക്കളയുന്നതാണ്. അത് മുഅ്മിനീങ്ങളുടെ ഉള്ളിൽ അള്ളാഹു വെച്ച പ്രകാശം എല്ലാ തീയിനെയും കെടുത്തിക്കളയുന്നതാണ്. മുഅ്മിനൊരിക്കലും അതുകൊണ്ട് തന്നെ ഒരു നരകത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. കാരണം ഒരു മുഅ്മിൻ്റെ പ്രകാശം മതി നരകം മുഴുവൻ കെടുത്തിക്കളയാൻ. മുഅ്മിനക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂല. കാരണം മുഅ്മിൻ്റെ പ്രകാശം അള്ളാഹുവിൽ നിന്നുള്ള ഫറക്കിൻ്റെ, അതായത് അള്ളാഹുവിൽ നിന്നുള്ള വേർപാടിൻ്റെ ആ തീയിനെ കെടുത്തിക്കളയുന്നതാണ്. അള്ളാഹുവിൽ നിന്നുള്ള വേർപാടിൻ്റെ തീയാണ് പരലോകത്തും അള്ളാഹു വെച്ചിട്ടുള്ളത്. പരലോകത്തുള്ള നമ്മളെ ബാഹ്യമായ തീയിനേക്കാളും വലിയ തീ അള്ളാഹിൻ്റെ വേർപാടിൻ്റെ തീയാണ്. അതുകൊണ്ടാണ് മഹത്തുക്കളായ ആളുകൾ പറയാറുള്ളത്, നമ്മളെ നരകത്തിലിട്ടാലും നിന്റെ വേർപാടിൽ നിന്ന് വേർപാടാകുന്ന തീയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തണം. കാരണം വേർപാടാകുന്ന തീയാണ് ബാഹ്യമായ നരകത്തിൻ്റെ തീയിനേക്കാളും വലിയ തീ. അപ്പോൾ ഒരാളിൽ അള്ളാഹുവിൻ്റെ പ്രകാശം നിറഞ്ഞാൽ, ഒരാൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കൊണ്ട് യാത്ര ചെയ്താൽ അവൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ പ്രകാശം നിറയുകയും ആ പ്രകാശം കൊണ്ട് അള്ളാഹുവിൻ്റെ വേർപാടാകുന്ന അഗ്നി അവനിൽ നിന്ന് ഇല്ലാണ്ടാവുകയും ആ അഗ്നി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ബാഹ്യമായ അഗ്നി അതുകൊണ്ട് കത്തി ചാമ്പലാവുമെന്ന കാര്യം, അതില്ലാണ്ടാവുന്നുള്ള കാര്യം സംശയമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള അകൽച്ചയുടെ അഗ്നിയിൽ നിന്ന് എല്ലാ തീയിനെയും ആ പ്രകാശം അവനിൽ നിന്ന് കെടുത്തിക്കളയുന്നതാണ്. പരസ്യമായ പാപങ്ങൾ ചെയ്യുന്ന വിശ്വാസിക്ക് വേണ്ടി ഒരുക്കി പെട്ടിട്ടുള്ളതും ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നതുമായ നരകാഗ്നിയെ അത് കെടുത്തും. മുഅ്മിനീങ്ങളുടെ പ്രകാശം ഈ നരകത്തിനൊക്കെ കെടുത്താൻ മതിയാവുന്നതാണ്. അതേസമയം സത്യനിഷേധികൾക്ക്, അതായത് കാഫിര്യങ്ങൾക്ക് തന്നെ നോക്കിക്കാണാനുള്ള അനുഗ്രഹം
അവൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അത് അള്ളാഹുവിനെ കാണാൻ കാഫിര്യങ്ങൾക്ക് അള്ളാഹു ഒരുക്കൂല. അള്ളാഹു പറയും, നിസ്സംശയം അന്നേ ദിവസം അവർ തങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് മറക്കപ്പെട്ടവരായിരിക്കും. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കാണാനുള്ള ഒരു 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 അവസ്ഥ അവർക്ക് കൊടുക്കാതിരിക്കുകയാണ്. ദുനിയാവിൽ അള്ളാഹിനെ അവർ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദുനിയാവിലേക്കുള്ള ഒരു അള്ളാഹിലേക്കുള്ള ഒരു വഴി അവർ സ്വീകരിച്ചിട്ടില്ല, ഒന്നുമില്ല. അതുപോലെ തന്നെ പരലോകത്തും അള്ളാഹു അവരെന്ത് ചെയ്യും? അള്ളാഹിനെ കാണുന്നതിന് തൊട്ട് അള്ളാഹു അവരെ തടഞ്ഞു കളയും. അന്ത്യനാളിൽ സമുദായങ്ങളെ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കാനും അവരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും വേണ്ടി അള്ളാഹുവും അണിയണിയായ മലക്കുകളും വരുന്നതാണ്. എന്നാൽ സൃഷ്ടികളുടെ വിശേഷണങ്ങളിൽ നിന്ന് അള്ളാഹു എത്ര പരിശുദ്ധനാകും. അപ്പോൾ അള്ളാഹ് അണിയണിയായി വരുന്നു പറഞ്ഞാൽ സൃഷ്ടികൾ വരുന്ന പോലെ വരുന്നതാണെന്ന് മനസ്സിലാക്കരുത്. തൻ്റെ ദാസന്മാരുടെ കർമ്മങ്ങളുടെ രേഖകൾ തൂക്കി നോക്കുന്നതിനായി അവൻ തുലാസുകൾ സ്ഥാപിക്കുന്നതാണ്. ഭാഗ്യവാന്മാരായ ആത്മാക്കളും ദൗർഭാഗ്യവാന്മാരെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ സത്യനിഷേധികൾക്ക് വ്യക്തമായ അടയാളവുമുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഹക്കും ബാത്തിലും അല്ല, ഈ നല്ലതും നന്മയും തിന്മയും തൂക്കുന്ന തുലാസ് ഉണ്ടാവും. അതിൽ നന്മയും തിന്മനെയൊക്കെ തൂക്കപ്പെടും. അതൊക്കെ അവിടെ ഉണ്ടാവും. അപ്പം എന്തൊക്കെ ഉണ്ടാവും? വിചാരണ ഉണ്ടാവും, അവിടെ ഖിയാമത്ത് നാൾ ഉണ്ടാവും, വിചാരണ ഉണ്ടാവും, സ്വർഗം ഉണ്ടാവും, നരകം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ട് നമ്മൾ വിശ്വാസം. അതിനാൽ ആരുടെ കർമ്മങ്ങളാണോ ഭാരം തൂങ്ങുന്നത്, സത്യത്തെ പിൻപറ്റുന്നതിലുണ്ടായ ആ ഭാരം കാരണം അവർ രക്ഷപ്പെടുന്നതാണ്. ഓരോരുത്തർക്കും അവരുടെ കർമ്മരേഖകൾ നൽകപ്പെടുന്നതാണ്. അപ്പോൾ സത്യവിശ്വാസി അവന് അനുസരണയുള്ളവനാകട്ടെ തെറ്റ് ചെയ്തവനാവട്ടെ ആ രേഖ തൻ്റെ വലതു കൈ കൊണ്ടാണ് വാങ്ങുക. അപ്പോൾ സത്യവിശ്വാസിക്ക് ഒരു മുഅ്മിനായ മനുഷ്യന് അവൻ്റെ വലതു കൈയിലേക്കാണ് അവൻ്റെ കിതാബ് നൽകപ്പെടുക. ഇനി അവർ തെറ്റ് ചെയ്തവരാണെങ്കിൽ പോലും വളരെ ലളിതമായ നിലയിലായിരിക്കും അവർ വിചാരണ ചെയ്യുക. അവർ തെറ്റുകാരാണെങ്കിൽ പോലും അവരോട് ഭയങ്കര ഹാർഷായിട്ട് അവർ വിചാരണ ചെയ്യപ്പെടില്ല. വളരെ ലളിതമായിട്ടായിരിക്കും വിചാരണ ചെയ്യപ്പെടുക. എന്നാൽ സത്യനിഷേധി കാഫിറായ മനുഷ്യനോ തൻ്റെ കർമ്മരേഖ മുതുകിൻ്റെ പിന്നിലൂടെയാണ് വാങ്ങുക. അങ്ങനെ തനിക്കുള്ള കഠിന ശിക്ഷയായി അവൻ നരകാഗ്നിയിൽ പ്രവേശിക്കുന്നതാണ് അള്ളാഹു പറയുന്നു. എന്നാൽ ഏതൊരാൾക്ക് തൻ്റെ രേഖ വലതു കൈയിൽ നൽകപ്പെടുന്നുവോ അവൻ ലളിതമായ ഒരു വിചാരണയ്ക്ക് വിധേയമാകുന്നതാണ്. അവൻ സന്തോഷവാനായി തൻ്റെ ആളുകളുടെ അടുത്തേക്ക് മടങ്ങുകയും ചെയ്യും. എന്നാൽ ഏതൊരാൾക്ക് തൻ്റെ രേഖ മുതുകിൻ്റെ പിന്നിലൂടെ നൽകപ്പെടുന്നുവോ അവൻ നാശമേ എന്ന് വിലപിക്കുന്നതാണ്. അവൻ ആളിക്കത്തുന്ന നരകത്തിൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഖിയാമത്ത് നാളും സ്വർഗവും നരകവും വിചാരണയും അതുപോലെ മീസാനും ഒക്കെ സത്യമാണെന്ന് മനസ്സിലായി, കിതാബും ഒക്കെ സത്യമാണെന്ന് മനസ്സിലായി. അതൊക്കെ നമ്മൾ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സിറാത്ത് പാലം കടക്കുക എന്നത് യാഥാർത്ഥ്യമാണ്. സിറാത്ത് പാലാണ് അവസാനത്തെ കടമ്പ. അത് കടക്കൽ യാഥാർത്ഥ്യമാണ്. 3000 വർഷത്തെ ദൂരമാണ് അതിനുള്ളത്. ഒരു 3000 വർഷം യാത്രയുണ്ട്. അത്രയും സിറാത്ത് പാലത്തിൻ്റെ ദൂരമുണ്ട്. 1000 വർഷം കയറ്റവും 1000 വർഷം നിരപ്പായതും 1000 വർഷം ഇറക്കവുമാണത്. അത് വിജയകരമായി കടക്കുന്നവർ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെടുന്നവരിൽ എഴഞ്ഞു പോകുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്, വേഗത്തിൽ ഓടിപ്പോകുന്നവരുണ്ട്, ആഞ്ഞടിക്കുന്ന കാറ്റ് പോലെ പോകുന്നവരുമുണ്ട്, മിന്നിമായുന്ന മിന്നൽ പിണർ പോലെ പോകുന്നവരുമുണ്ട്. അതുപോലെ ജിബീൽ അലൈഹി ഇസ്ലാമിൻ്റെ ചിറകുകളിലേറി പറന്നു പോകുന്നവരും ആ കൂട്ടത്തിലുണ്ട്. ഒരുപാട് വ്യത്യസ്ത തലത്തിൽ അവരുടെ ഈമാൻ്റെ തോതനുസരിച്ച് എഴഞ്ഞു പോകുന്നവരും നടന്നു പോകുന്നവരും ഓടിപ്പോകുന്നവരും മിന്നൽ വേഗത്തിൽ പോകുന്നവരും ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ചിറകിലേറി പോകുന്നവരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. യഥാർത്ഥമായ തിജാനികൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ചിറകിലേറിയിട്ടായിരിക്കും സിറാത്തുബിലൂടെ കടന്നു പോകാമെന്ന് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ വിശദീകരിച്ചതാണ്. എന്നാൽ തങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ കാരണം നാശമടഞ്ഞ ഒരു വിഭാഗം നരകാഗ്നിയിലേക്ക് വീഴുന്നതുമാണ്. അപ്പോൾ സിറാത്ത് പാലുള്ളതാണെന്ന് മനസ്സിലായി. അത് മനസ്സിലായാൽ അത് നമ്മൾ വിശ്വാസത്തിൽപ്പെട്ടതാണ്. രണ്ടാമത്തത് മറ്റൊരു കാര്യം, ഹൗദുൽ കൗസർ സത്യമാണ്. നമ്മൾ വിശ്വാസത്തിൽപ്പെട്ടാണ് ഹൗദുൽ കൗസറിനെ കുറിച്ച് വിശ്വസിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം തങ്ങളുടെ ഖബറുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ അതിന് അടുത്തെത്തുന്നതാണ്. അപ്പോൾ വിശ്വാസങ്ങൾ ഉമ്മത്ത് ആദ്യം ചെന്നെത്ത ഹൗദുൽ കൗസറിൻ്റെ അടുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൻ്റെ ആയങ്ങളിലെ പ്രകാശം കൊണ്ട് അവർക്ക് ദാഹശമനം നൽകുന്ന സത്യവിശ്വാസികൾക്കുള്ള ആദ്യത്തെ പാനീയമാണത്. അതൊരു ദൈവീകമായ ശക്തിയാണ്. അതിനാൽ അത് കുടിക്കുന്നവരെ അള്ളാഹുവിൻ്റെ പ്രതാപത്തിൻ്റെ, അതായത് ജലാലിയത്തിൻ്റെ ഇടിമുഴക്കങ്ങൾ ഒട്ടും ഭയപ്പെടുത്തുകയില്ല. ആ ഹൗദുൽ കൗസർ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിൻ്റെ ജലാൽ ഒരിക്കലും അവരെ പേടിപ്പെടുത്തൂല. സൗഭാഗ്യവന്മാർക്കുള്ള ആദ്യത്തെ ആദരവാണത്. അതിൽ നിന്ന് കുടിച്ചവൻ പിന്നീട് ദാഹിക്കുകയോ ഭയപ്പെടുകയോ
അപമാനിതനാവുകയില്ല. കാരണം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ദാഹശമനം അവനിൽ അലിഞ്ഞു ചേർന്നത് കൊണ്ടാണത്. അപ്പോൾ അത് കുടിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം അലിഞ്ഞു ചേരും. അതുകൊണ്ട് പിന്നെ അവന് പേടിയുണ്ടാവില്ല, അവൻ ഭയപ്പെടൂല, അവിടെ അപമാനിതനാവില്ല, ഒന്നും ചെയ്യില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ ജലാല് അവന് സൗന്ദര്യമായി മാറുന്നു. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാരിഫത്തിൻ്റെ പാനീയം നമ്മളെ കുടിപ്പിച്ചാൽ, വിശ്വാസങ്ങളിലൂടെ നമുക്ക് മാരിഫത്ത് കുടിക്കാൻ സാധിച്ചാൽ അള്ളാഹിൻ്റെ ജലാല് നമുക്ക് താങ്ങാൻ സാധിക്കുമല്ലോ. അള്ളാഹിൻ്റെ ജലാല് വരെ നമുക്ക് ജമാലായി അനുഭവപ്പെടൂലേ. അതുപോലെ തന്നെ ഹൗദുൽ കൗസർ കുടിച്ചാലും നാളെ അള്ളാഹുവിൻ്റെ ജലാല് വെളിവാകുമ്പോൾ അതും നമുക്ക് ജമാലായി സൗന്ദര്യമായി അനുഭവപ്പെടുന്നു. പരലോകത്തെ ഇടങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവൃത്തിയുടെ മാധുര്യത്താൽ അവൻ ആനന്ദ ലഹരിയിലാവുകയും ചെയ്യും. ഓരോ കർമ്മങ്ങളിലൂടെയും അള്ളാഹിൻ്റെ ആരിഫായ മനുഷ്യൻ ദുനിയാവിൽ അള്ളാഹിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആനന്ദ ലഹരിയിലാവുന്നത് പോലെ നാളെ പരലോകത്തും അള്ളാഹിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ആനന്ദ ലഹരിയിലായി അവൻ കഴിയുന്നു. ഹൗദുൽ കൗസർ കുടിപ്പിക്കപ്പെട്ടാൽ നുബുവത്തിൻ്റെ രഹസ്യങ്ങൾ കൊണ്ട് അവൻ പൂർണ്ണമായി നിറയുന്നതിനാൽ സ്വർഗം അവനെ അശ്രദ്ധനാക്കുകയോ നരകം അവനെ പ്രകമ്പനം കൊള്ളിക്കുകയോ ഇല്ല. ഈ ലോകത്ത് വെച്ച് മാരിഫത്തിൻ്റെ ഹൗല് ഒരാൾ കുടിച്ചാൽ സ്വർഗം അവനെ പ്രലോഭിപ്പിക്കുകയോ നരകം അവനെ പേടിപ്പിക്കുകയോ ചെയ്യാത്തതുപോലെ പരലോകവും അങ്ങനെ തന്നെ ആക്കി തീരും. ആ രഹസ്യമാണ് ഹൗല്. എന്നാൽ മതത്തിൽ നിന്ന് പുറത്തു പോയവരും സ്വന്തം വാദപ്രകാരം വിശ്വാസങ്ങളിൽ മാറ്റം വരുത്തിയവരും അതിൽ നിന്ന് ആട്ടിയകറ്റപ്പെടുന്നതാണ്. അതായത് മതത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, ദീനിൽ നിന്ന് ത്വരീഖത്തിൽ നിന്ന് ഒക്കെ പുറത്താക്കപ്പെട്ടവർ, അവർക്കത് അനുഭവിക്കാൻ സാധിക്കൂല. അതുപോലെ പുത്തംവാദികളായ ആളുകൾ, അവർക്കും അത് അനുഭവിക്കാൻ സാധിക്കൂല. അള്ളാഹുവിനോടുള്ള അദബ് പാലിക്കുന്നതിലൂടെ വിശ്വാസം വർദ്ധിക്കുകയും അദബുകേട് കാണിക്കുന്നതിലൂടെ അത് കുറയുകയും ചെയ്യുന്നു. സമുദായത്തിൽപ്പെട്ട ഒരാളെയും ഒരു പാപത്തിൻ്റെ പേരിൽ കാഫിറായി പ്രഖ്യാപിക്കപ്പെടുകയില്ല. ശുഹദാക്കൾ ജീവനുള്ളവരാണ്. അവർ ഇപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ശരീരങ്ങളെ ഭൂമി ഭക്ഷിക്കുകയില്ല. നബിമാർ, പണ്ഡിതന്മാർ, ബാങ്ക് വിളിക്കുന്നവർ, മുഅദ്ദിനായവർ, ഖുർആനും പാരായണം ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ, അതിർത്തി കാക്കുന്നവർ, പകർച്ചവ്യാധി ബാധിച്ച് മരിച്ചവർ, അള്ളാഹുവിൻ്റെ ധാരാളമായി സ്മരിക്കുന്നവർ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർ, സിദ്ദീഖീങ്ങൾ എന്നിവരെ പോലെ. അപ്പോൾ ശ്രോതാക്കളുടെ ശരീരം ഭൂമി ഭക്ഷിക്കൂല. ശ്രോതാക്കളുടെ മാത്രമല്ല ഭക്ഷിക്കാത്തത്, പണ്ഡിതന്മാരുടെ, നബിമാരുടെ, മുഅദ്ദിനീങ്ങളെ, ഖുർആൻ പാരായണം ചെയ്ത് അനുസരിച്ച് ജീവിക്കുന്നവരുടെ, ഒരുപാട് ദിക്ർ ചൊല്ലുന്നവരുടെ, പകർച്ചവ്യാധി ബാധിച്ച് മരിച്ചവരുടെ, അത് യുദ്ധത്തിൽ അതിർത്തി കാക്കുന്നവരുടെ, സിദ്ദീഖീങ്ങളായ ആളുകളുടെ ഒന്നും ശരീരം ഭൂമി ഭക്ഷിക്കൂല. ഇനി 3 പാരഗ്രാഫ് നമുക്ക് ഒന്ന് വിശദീകരിക്കാം. അത് വളരെ പ്രധാനപ്പെട്ടാന്ന് തോന്നുന്നു. മറ്റൊക്കെ പ്രധാനപ്പെട്ടാണ്, പക്ഷെ അത് ഒരുപാട് വിശദീകരിക്കാനില്ല, അതുകൊണ്ടാണ്. ഫലമ്മ തമഹദ അന്ന ശർത്തൽ അഅ്ളമ ഫി ഹാദിഹി ത്വരീഖ. ഈ ത്വരീഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്ത് വിശദീകരിക്കപ്പെട്ടാൽ എന്താണത്? ആ ഷർത്ത് ഹുവ കസ്റുൽ ഹിമ്മത്ത് അലാ ഹിമ്മത്ത് സാഹിബിഹ. ഈ ത്വരീഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്ത് എന്ന് പറയുന്നത് ഒരു മുരീദിൻ്റെ ഹിമ്മത്ത് അവൻ്റെ ഷെയ്ഖിൻ്റെ ഹിമ്മത്തുമായി ചുരുക്കലാണ്. ഒരു മുരീദിന് സ്വന്തമായ താല്പര്യങ്ങൾ ഉണ്ടാകരുത്. ഇതിന് പകരം ഷെയ്ഖിൻ്റെ താല്പര്യങ്ങളോട് അവൻ്റെ താല്പര്യങ്ങളെ ഒട്ടിച്ചു വെക്കലാണ്. സുമ്മ മുഹാഫദത്തു അലാ സ്വലാത്തി ഫിൽ ജമാ. അപ്പോൾ ആ ഹിമ്മത്ത് ഷെയ്ഖിൻ്റെ ഹിമ്മത്തുമായി ഒട്ടിച്ചു വെക്കലാണെന്നുള്ളതിൻ്റെ ഭാഗമായി വരുന്നതാണ് അതിൻ്റെ ഷെയ്ഖ് പറഞ്ഞ ദിക്ർ കൊണ്ടെടുക്കൽ, ഷെയ്ഖ് അല്ലാത്ത ഒരാളിലേക്ക് തിരിയാതിരിക്കൽ, മറ്റുള്ള ആളെ ദിയാർത്തി ചെയ്യാതിരിക്കൽ, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. പിന്നെ അതിൽപ്പെട്ടതാണ് മുഹാഫദത്തു അലാ സ്വലാത്തി ഫിൽ ജമാ, ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത്. ബയ്യന്നാ ലില്ലാഹിൽ ഹംദു അഹ്കാമ സ്വലാ. ഞാൻ ഷെയ്ഖ് അഹ്സൻബാക്കലി തങ്ങൾ പറയാണ്, ഞാൻ അൽഹംദുലില്ലാ അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് അതിനെ വിശദീകരിച്ചിട്ടുണ്ട്, നിസ്കാരത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. മിൻ അവ്വലി ശുറൂത്തിൻ ബാബി ത്വഹാറ, അതിൻ്റെ ഷർത്തുകളിൽ പെട്ട തുടക്കത്തിൽ ഷർത്തായ വുളു എടുക്കുന്നത് തൊട്ട് ഇല ആയത്തുമായ ഹുതാജുലി, അതിൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യങ്ങൾ വരെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. മുഖ്തസിറൻ അല മഷ്ഹൂരി വറാജി, ഏറ്റവും പ്രബലമായ അതുപോലെ തന്നെ സ്വീകരിക്കപ്പെട്ട അഭിപ്രായങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫി കിതാബിന,
നമ്മുടെ കിതാബിൽ അജുലാലിൽ അസ്ഫ വലുബാബി മഹദിൽ ഔഫ എന്ന കിതാബിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ശൈഖ് അവർകൾ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു കിതാബിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറയാം. മുദരിബൻ അൻ ഹിക്കായത്തുൽ ഖിലാഫ്, ഞാൻ ആ കിതാബിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ തിരിഞ്ഞു കളഞ്ഞിട്ടുണ്ട് ഹിക്കായത്തുൽ ഖിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങളെ. ഓരോ വിഷയത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും പ്രബലമായ അഭിപ്രായമാണ് എടുത്തിട്ടുള്ളത്. അലാ മദ്ഹബ് ഇമാമിൽ അയിമ്മത്തി മാലിക് ബിൻ അനസ്, ഞാൻ അതിനെ സ്വീകരിച്ചിട്ടുള്ളത് ഇമാമിൽ അയിമ്മ ഇമാമിങ്ങളുടെ ഇമാമായിട്ടുള്ള മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മദ്ഹബിനെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ മാലിക് ഇമാമിൻ്റെ മദ്ഹബിലുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. മാത്രവുമല്ല ആ അഭിപ്രായങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഏറ്റവും പ്രബലമായ എന്നാണ് ഞാനതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കിതാബ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഈ മാലിക്കി മദ്ഹബിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് കേട്ടോ. കാരണം എന്തുകൊണ്ടാണ് അത് മഹാനവറുകൾ അങ്ങനെ എഴുതിയത്? അന്ന സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമാമി മാലിക്കുൻ ഉസ്താദി മാലിക്കുൻ, എൻ്റെ ഇമാമ് മാലിക് ഇമാമാണ്, എൻ്റെ ഉസ്താദും മാലിക് ഇമാമാണെന്ന് സയ്യിദിന ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാരണം കൊണ്ടാണ് ഹദീസിൽ കാണാം ഖിറാഅത്തുൽ ഇമാമി ഖിറാഅത്തുൽ മഅമൂം, അതായത് ഇമാമിൻ്റെ ഖിറാഅത്താണ് ശരിക്കും മാമൂമിൻ്റെയും ഖിറാഅത്ത്. ഇമാം ഖിറാഅത്ത് ഉണ്ടെങ്കിൽ മാമൂമിൻ്റെ ഖിറാഅത്തായിട്ട് പരിഗണിക്കപ്പെടുന്ന അർത്ഥം. ഇമാമുഹു ഫിൽ ഫുറൂഇ വൽ മശ്ഹൂറത്തു അൻ, അപ്പോൾ സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ ശരീഅത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് അവിടുത്തെ ഇമാമായി സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട മാലിക് ഇമാമിന് ആയിരുന്നു. ഉസ്താദുഹു ഫി റിവായത്തിൻ നാഫി, ബഹുമാനപ്പെട്ട ഇമാം നാഫി റളിയല്ലാഹു അൻഹു തങ്ങളെ റിവായത്ത് അനുസരിച്ചാണ് മാലിക് ഇമാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലിഅന്നഹു ഷെയ്ഖ് മാലിക് റളിയല്ലാഹു അൻഹു, കാരണം ബഹുമാനപ്പെട്ട നാഫി റളിയല്ലാഹു അൻഹു ഷെയ്ഖ് മാലിക് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഷെയ്ഖാൻ. വമാ ഖാലഹു ഇല്ലാ ബിഇദ്നി മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ എൻ്റെ ഇമാമ് മാലിക്കാണ്, എൻ്റെ ഉസ്താദ് മാലിക്കാണ് എന്ന് സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് ഇല്ലാ ബിഇദ്നി മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ സമ്മതത്തോടു കൂടി അല്ലാതല്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടായിരിക്കണം അങ്ങനെ അവർ പറഞ്ഞത്. എൻ്റെ ഇമാമ് മാലിക്കാണ്, എൻ്റെ ഉസ്താദ് മാലിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടാണ് പറഞ്ഞത്. കാരണം ലിഅന്നഹു മുറബ്ബിഹി വഹാജിറുഹു വഖാഫിലുഹു, കാരണം സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അഹ്മദ് തിജാൻ തങ്ങളുടെ മുറബ്ബി, അവിടുത്തെ സംരക്ഷിക്കുന്നവർ, അവരെ പരിപാലിക്കുന്നവർ എല്ലാം റസൂലുള്ളാഹികളാണ്. അപ്പോൾ സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങൾ എൻ്റെ ഇമാമ് മാലിക് ഇമാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ഉണ്ടാവും. ഫലാ യഫഅലു ഇല്ലാ മാ ഖാലഹു ലഹു, അങ്ങനെ പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അത് പറയൂലായിരുന്നു. അപ്പം നിങ്ങൾ ഇത് വളരെ സീരിയസ് ആയി മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഫഖദിർ ഖദ്റ ഇമാം മാലിക്, അങ്ങനെയാണെങ്കിൽ ഇമാം മാലിക് തങ്ങളുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കി നോക്കി. അപ്പോൾ നമ്മളൊക്കെ ഷാഫി ആണെങ്കിലും അഹ്മദ് തിജാൻ തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മാലിക് തങ്ങളെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദിർ ഖദ്റ ഇമാം മാലിക് ഇമാമിൻ്റെ ഒരു മഹത്വങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി. ഹൈസു ജഅലല്ലാഹു ഹാദൽ ഇമാമുൽ ഖുതുബുൽ മഖ്തൂം മിൻ അത്ബാഇ ഫി അഹ്കാമി ശരിയ, ഖുതുബുൽ മഖ്തൂമായ ആദം നബി അലൈഹി ഇസ്ലാം പടക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ അള്ളാഹുവിൻ്റെ വലിയാണെന്ന് പറഞ്ഞ ഖുതുബുൽ മഖ്തൂമായ ഖത്മുൽ വിലായായ സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ ശരീഅത്തിൽ ഒരു മനുഷ്യൻ ഒരു ഇമാമിനെ പിന്തുടരുന്നുണ്ടെങ്കിൽ ആ ഇമാമിൻ്റെ വലിപ്പത്ര മാത്രമായിരിക്കും. വല്ല അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാമിലു ഖുലഫാഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പരിപൂർണനായ ഖലീഫക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്, ആ ആളുടെ വലിപ്പത്രയായിരിക്കും. ഫഇല്ലം യതഖയ്യദൽ ആരിഫു ബിമദ്ഹബി മിൻ മദാഹിബിൽ മുജ്തഹിദീൻ, യഥാർത്ഥത്തിൽ ആരിഫായ മനുഷ്യന് ഒരു മുജ്തഹിദായ ഇമാമിനെ പിന്തുടരേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും പല സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുമ്പ് ജീവിച്ച ഒരുപാട് ഇമാമിങ്ങളുടെ ആരിഫീങ്ങളുടെ ചരിത്രം നോക്കിയാൽ കാണാം, അവർ പറയുന്നത് കാണാം, ഞാനൊരു മദ്ഹബിന് പിന്തുടരുന്ന ആളല്ല,
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്ത് നേരിട്ട് സ്വീകരിക്കുന്ന ആളാണ്. എനിക്കൊരു മദ്ഹബ് ആവശ്യമില്ല. റസൂലുള്ളാഹിങ്ങളാണ് എൻ്റെ മദ്ഹബ്, റസൂലുള്ളാഹിങ്ങളാണ് ഞാൻ പിന്തുടരുന്നതെന്ന് എത്രയോ സ്ഥലത്ത് എത്രയോ മഹത്വക്കളായ ആളുകൾ മുമ്പ് പറഞ്ഞു വെച്ചത് നമുക്ക് കിതാബുകളിൽ തന്നെ വായിച്ചു നോക്കാം, കാണാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യവും. അതായത് ഒരു ആരിഫായ മനുഷ്യന്, കാമിലായ ഒരു ആരിഫായ മനുഷ്യന് എന്താവശ്യമില്ല, ഒരു ഉസ്താദിനെ പിന്തുടരേണ്ട ആവശ്യമില്ല. അപ്പോൾ യാഹദിഹി മിൻ ഐനി ശരീഅത്തി മിൻ നഫ്സി, കാരണം അവർ ശരീഅത്തിന്റെ സത്തയിൽ നിന്നാണ് എല്ലാം എടുക്കുന്നത്. വമാ ഹബ്സഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എന്തിനായിരിക്കും അഹ്മദ് ജാൻ തങ്ങളെ മാലിക് ഇമാമിലേക്ക് ബന്ധിപ്പിച്ചത്? കാരണം ആരിഫീങ്ങളുടെ മുഴുവൻ നേതാവ്, പരിപൂർണനായ ആരിഫ് എന്ന് മാത്രമല്ല, കുത്തുബ് എന്ന് മാത്രമല്ല, ഔലിയാക്കന്മാരെ മുഴുവൻ സുൽത്താൻ, എല്ലാവരും ഔലിയാക്കന്മാർക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ അഹ്മദ് ജാൻ തങ്ങളിലൂടെ കിട്ടിയത്. അങ്ങനത്തെ ഒരു വലിയ ഒരു ഭാഗത്ത്. എന്നാൽ ഔലിയാക്കന്മാരിലെ കാമില ആരിഫീങ്ങളൊക്കെ അവർക്ക് മദ്ഹബ് ഫോളോ ചെയ്യേണ്ടതില്ല, വിശ്വാസങ്ങൾ അവർ നേരിട്ടെടുക്കുന്നവരാണെന്ന് മറ്റൊരു ഭാഗത്ത്. അതെങ്ങനെ ശരിയാവുന്നത്? അഹ്മദ് ജാൻ തങ്ങളാണെങ്കിൽ ഒരു മദ്ഹബ് ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. അതെങ്ങനെയാണ് റെഡിയാവുന്നത്? അപ്പോൾ അഹ്മദ് ജാൻ തങ്ങൾ പറഞ്ഞല്ലോ, എന്നെ കുത്തുബുകളുമായി നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് സാധാരണക്കാരെ കുത്തുബുകളുമായി താരതമ്യം ചെയ്യുന്നത് പോലെയാണ്. അഹ്മദ് ജാൻ തങ്ങൾ ഒരു കുത്തുബ് മാത്രമല്ല, അഹ്മദ് ജാൻ തങ്ങൾ കുത്തുബുകളുടെ മുഴുവൻ കുത്തുബും തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഔലിയാക്കന്മാരുടെ നേതാവുമാണ്. അങ്ങനെയുള്ള സയ്യിദുനാ ശൈഖ് അഹ്മദ് ജാൻ തങ്ങൾ ഒരു മദ്ഹബ് ഫോളോ ചെയ്യുന്നു. എന്നാൽ കുത്തുബ് പോലും അല്ലാത്തൊരു കാമിലായ ആരിഫ് മദ്ഹബൊന്നും ഫോളോ ചെയ്യുന്നുമില്ല, ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണത് റെഡിയാവുന്നത്? അപ്പോൾ എന്തിനായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദ് ജാൻ തങ്ങളെ ഈ മദ്ഹബിനോട് ഒട്ടിച്ച് നിർത്തിയത്? അലാ തസ്രീഹി ബിഹി, എന്തിനായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി ഇത് വെളിവാക്കാൻ പറയുകയും ചെയ്തത്? മാലിക്കാണ് ഞാൻ മാലിക്കാണ്. എന്നാലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നാം രഹസ്യമായി ചെയ്താൽ പോരെ. അതിനെ പരസ്യമായി പറയുന്നത് ഞാൻ മാലിക്കിയാണ്, എൻ്റെ ഉസ്താദ് മാലിക്കാണ്, എൻ്റെ ഇമാമു മാലിക്കാണെന്ന് പറയാൻ കാരണം എന്താ? ഇല്ലാ അന്നഹു വസഹ മാ തഅബ്ബദ ബിഹി അൽ മുതഅബ്ബിദൂൻ. ഒരൊറ്റ കാരണം അതിനുണ്ടാവേണ്ടേ ഉള്ളൂ. അതെന്താണ്? അള്ളാഹുവിനെ ആരാധിക്കുന്ന ആരാധകർ, അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളൊക്കെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഏറ്റവും ശരിയായ രീതി അത് മാലിക് ഇമാമിൻ്റെ രീതിയാണ് എന്ന് പഠിപ്പിക്കാനാണ്. മാലിക് ഇമാം പഠിപ്പിച്ചതാണ് യഥാർത്ഥമായ ശരീഅത്തിൻ്റെ സത്ത. മറ്റതൊക്കെ ശരീഅത്താണെങ്കിലും മാലിക് ഇമാമൻ പഠിപ്പിച്ചതാണ് ശരീഅത്തിൻ്റെ സത്ത എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണത്. വഖാന റളിയല്ലാഹു അൻഹു യുഹിബ്ബുൽ വഖൂഫ് അലാ റാജി ഫി മദ്ഹബി റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ ആ മാലിക് ഇമാമിൻ്റെ മദ്ഹബിൽ എല്ലാം സ്വീകരിച്ചിട്ടില്ല. പകരം അതിലേറ്റവും പ്രബലമായ അതിനെയാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ സ്വീകരിച്ചത്. ലിസിഹത്തി അദ്വാഖിഹി വദിക്കത്തി മദാരിക്കിഹി. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആത്മീയമായ രുചിയുടെ അവസ്ഥ കൊണ്ടും ഉന്നതമായ ശരിയായ ആത്മീയമായ രുചി കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ ആത്മീയമായ കാഴ്ചയുടെ സൂക്ഷ്മത കൊണ്ടും ഒക്കെ ഏറ്റവും പ്രബലമായ അഭിപ്രായങ്ങളെയാണ് അവിടുന്ന് സ്വീകരിച്ചത്. വലി ബനാഇഹി മദ്ഹബു അലൽ ഇഹ്തിയാത്ത്. മാത്രമല്ല ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മദ്ഹബ് വളരെ സൂക്ഷ്മതൻ്റെ മുകളിൽ ഉണ്ടാക്കിയ മദ്ഹബാണ്. ഫത്തിബ സുന്നത്തി വ സലഫ് സ്വാലിഹി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ പിന്തുടരുന്നതും സലഫ് സ്വാലിഹീങ്ങളുടെ മദ്ഹബ് പിന്തുടരുന്നതുമാണ് ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബ്. മറ്റെല്ലാ മദ്ഹബുകളും ഇതല്ല എന്നല്ല, പക്ഷേ ഈ മദ്ഹബിന് അതിലൊക്കെ പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ടാണത്. വലി അജലിഹി നക്കഹത്തുലി ഷറാബിമിൻ അർജഹു അഷ്ഹറുഹു അൽഹറുഹു. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന, ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഞാൻ അതിൽ നിന്ന് ഏറ്റവും പ്രബലമായ, ഏറ്റവും പ്രശസ്തിയിലുള്ള, ഏറ്റവും വെളിവായ അഭിപ്രായങ്ങളെ ഞാൻ ക്രോഡീകരിച്ചത്. കുല്ലുമാ ബയ്യനഹു ഫഹുവ മഹബൂബ് ശൈഖ് ഫീഹി റളിയല്ലാഹു അൻഹു. ഞാൻ ആ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ, വ്യക്തമാക്കിയ കാര്യങ്ങളൊക്കെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്.
വഅനലകലില്ലാഹിൽ ഹംദു ലിസാനുഹു വ തർജുമാനുഹു. ഞാൻ ആ കിതാബിലാകെ സയ്യിദ്നാ ശൈഖുൽ തങ്ങളുടെ നാവായി എന്ന് മാത്രമേ ഉള്ളൂ, അവിടുത്തെ പരിഭാഷകനായി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് പ്രത്യേക റോളൊന്നുമില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹസൻ ബാക്കലി തങ്ങൾ പറയാണ്, ഞാൻ ഈ കിതാബൊക്കെ എഴുതിയത് ഷെയ്ഖിൻ്റെ നാവായി എന്ന് മാത്രമേ ഉള്ളൂ, ഷെയ്ഖാണ് ഇതിലൂടെ സംസാരിക്കുന്നത് എന്ന് പറയാണ്, അല്ലാതെ ഞാനല്ല. അപ്പോൾ തർജുമാനിഹി, അതുപോലെ ഞാൻ അതിൽ ഷെയ്ഖ് പറഞ്ഞ് തർജുമ ചെയ്തു എന്നേ ഉള്ളൂ, അത് എൻ്റെ വാക്കല്ല അതിനർത്ഥം. അപ്പോൾ നമ്മളൊക്കെ ഇത് വായിക്കുമ്പോഴും നമ്മളൊരു ലൗഡ് സ്പീക്കർ ആവുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതൊന്നും നമ്മളെ വാക്കുകളല്ല, ഇതൊക്കെ ഷെയ്ഖ് സംസാരിക്കുന്നതാണ്. അപ്പോൾ കസ്റത്തുൽ അപ്പോൾ ആ ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ പറയാൻ കാരണം അതിൻ്റെ മാലിക്കി മദ്ഹബിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാനാണ്. മാലിക്കി മദ്ഹബ് മറ്റു മദ്ഹബുകളെ പോലെയല്ല, അതിന് അള്ളാഹിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. കാരണം അത് പരിശുദ്ധമായ ശരീഅത്തിൻ്റെ യഥാർത്ഥമായ രൂപത്തെ നമുക്ക് കാണിച്ചു തന്നൊരു മദ്ഹബാണ്. മറ്റു മദ്ഹബുകളൊക്കെ യഥാർത്ഥമാണെങ്കിൽ പോലും ഇതിന് കുറച്ചുകൂടി സ്ഥാനമുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള നിസ്കാരത്തെക്കുറിച്ചും വുളൂവിനെ കുറിച്ചുമൊക്കെ ഉള്ള പ്രബലമായ കാര്യങ്ങളെ ഞാൻ എൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് ഹസൻ ബാക്കലി തങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ഗ്രന്ഥങ്ങളിലൂടെ ഞാൻ എഴുതിയത് എൻ്റെ അഭിപ്രായത്തെയല്ല, ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു തങ്ങളുടെ അഭിപ്രായത്തെയാണ്. അപ്പോൾ അത് എഴുതുന്നതിലൂടെ അഹമ്മദ് തിജാൻ തങ്ങളെ നാവും അഹമ്മദ് തിജാൻ തങ്ങളെ പരിഭാഷകനും ഒക്കെ ആയി മാറുക മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ കസ്റത്തുൽ അഖ്വാലി തശ്വീഷും, ഞാൻ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയുള്ളൂ. ഐൻ കാനത്തുൽ അഖ്വാലു ഉലമാ ഖൗലൻ വാഹിദൻ, ശരിക്കും ഉലമാക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം ഒന്നുതന്നെയാണെങ്കിലും ലാക്കിൻ ബി ഹസബുൽ മുറാത്തബി സവാബിയത്തുൻ, പക്ഷെ അതിൻ്റെ സ്ഥാനത്തിനനുസരിച്ചാണ് അവരുടെ മർത്തബ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ അത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ടാവും, തെറ്റായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഒരു മുജ്തഹിദായ ഇമാമ് ഒരു ഇജ്തിഹാദ് ചെയ്താൽ അവനൊരു പ്രതിഫലം കിട്ടും, അത് തെറ്റാണെങ്കിൽ പോലും. അവന് അത് ശരിയാണെങ്കിൽ 10 പ്രതിഫലം കിട്ടും. അപ്പോൾ ചിലതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അത് ഒഴിവാക്കേണ്ടതായിരിക്കും. അതിനൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഏറ്റവും പ്രബലമായ അഭിപ്രായത്തെയാണ് ക്രോഡീകരിച്ചത് ആ കിതാബിൽ എന്നാണ് ബഹുമാനപ്പെട്ട ഹസൻ ബാക്കലി തങ്ങൾ പറയുന്നത്. ഇനി അടുത്തതും മാലിക്കി മദ്ഹബിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗം തന്നെയാണ്. ഫഹാദിഹി ത്വരീഖത്ത്, ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഫഹാദി ത്വരീഖത്തു അർജഹു തുറുഖു ഇലല്ലാഹ്, ഈ ത്വരീഖത്തുണ്ടല്ലോ നമ്മൾ തിജാനി ത്വരീഖത്ത്, അത് അർജഹു തുറുഖു ഇലല്ലാഹ്, അള്ളാഹിലേക്കുള്ള വഴികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വഴിയാണ്. അതുകൊണ്ട് തന്നെ വലാ യുനാസിബുഹ ഇല്ലാ അർജഹുൽ മദാഹിബ്, അതുകൊണ്ട് തന്നെ ആ ത്വരീഖത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റൂല ഇല്ലാ അർജഹുൽ മദാഹിബ്, മദ്ഹബുകൾ വെച്ച് ഏറ്റവും വലുതിനെ അല്ലാതെ, ഏറ്റവും പ്രബലമായ മദ്ഹബിനെ അല്ലാതെ അതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റൂല. ഇപ്പോൾ തിജാനികൾ ഒരു മദ്ഹബ് ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അല്ല അഹമ്മദ് തിജാനികൾ ഒരു മദ്ഹബ് ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും പ്രബലമായ മദ്ഹബായിരിക്കണം. കാരണം ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ത്വരീഖത്താണ്, അതുകൊണ്ടാണ്. അഖ്വമു അസഹ്ഹു റിവായാത്ത്, അതുപോലെ തന്നെ ഇത് ഈ ത്വരീഖത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റൂല ഏറ്റവും ശരിയായതും ഏറ്റവും പ്രബലമായ അഭിപ്രായങ്ങളും അല്ലാതെ, ഐസറുൽ മസാലിക്, ഏറ്റവും എളുപ്പമായ വഴികളും അല്ലാതെ ഇതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റൂല. കാരണം ഇത് ഏറ്റവും ഉന്നതമായ ത്വരീഖത്താണ്. അതുകൊണ്ട് ഫയതഅയ്യന അലാ ത്വാബി മാലിക്കി ഇഖ്തിസാറു അലാ മാ സഹ്ഹതുഹു, അതുകൊണ്ട് തന്നെ ഒരു മാലിക്കിനെ സംബന്ധിച്ചിടത്തോളം, അതായത് മാലിക്കി മദ്ഹബ് ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും സഹീഹായ അതിൻ്റെ വീക്ഷണങ്ങളിലേക്ക് അവനെ പരിമിതിപ്പെടുത്തൽ അവന് നിർബന്ധമാണ്. മാലിക്കി മദ്ഹബുകാരനാണെങ്കിൽ അതിൽ എല്ലാ അഭിപ്രായങ്ങളും പിന്നാലെ പോരുന്നവൻ, അതിൽ ഏറ്റവും സഹീഹായ അഭിപ്രായങ്ങളിലേക്ക് അവനെ പരിമിതിപ്പെടുത്തണം. ഇപ്പോൾ തിജാനി മാലിക്കിയാണെങ്കിൽ ആ മാലിക്കി മദ്ഹബിലെ ഏറ്റവും ശരിയായ അഭിപ്രായങ്ങളിലേക്ക് അവനെ പരിമിതിപ്പെടുത്തണം. വൈലം യക്കുൻ മാലിക്കിയൻ, അവൻ മാലിക്കിയല്ല, അപ്പോൾ നമ്മളെപ്പോലെ ഷാഫിയൊക്കെയാണ്, വല്യഖ്തറു അർജഹ മദ്ഹബി, ആ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായത്തിനെയാണ് അവൻ എടുക്കേണ്ടത്. വാസഹ റിവായത്തിഹി, അതിലെ ഏറ്റവും ശരിയായ റിവായത്തുകളെ ഇമാമിഹി, അവൻ്റെ ഇമാമിൽ നിന്ന്. സുമ്മ ആലം, പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അന്നൽ ഇജ്തിഹാദ യുഫീദുൽ വന്ന ലാ ഇൽമ ഫിൽ ഫുറൂ, ശരിക്കും ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു ശരി അതിൻ്റെ യഥാർത്ഥമായ അറിവല്ല. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഊഹാണ്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഊഹാണ്,
അത് ഇതായിരിക്കും ശരിയെന്ന്. അപ്പൊ നമ്മൾ ഷാഫി ഇമാമിന്റെ ഒരു അഭിപ്രായം, ഷാഫി മദ്ഹബിലെ ഒരു വീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാഫി ഇമാമ് പരിശുദ്ധമായ ശരീഅത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇതാണ് ശരിയെന്നുള്ളൊരു ഊഹം അവിടത്തേക്ക് ഉണ്ടായി. അതാണ് ഷാഫി മദ്ഹബിലെ വീക്ഷണം. അപ്പൊ ഇത് ശരിയല്ല, നമുക്കിത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഇത് തെറ്റാന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ മദ്ഹബിലെ ഷാഫി ഇമാമിന്റെ വീക്ഷണത്തിലുള്ള ഊഹം ഇതാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അതാണ് ശരിയെന്നല്ല, ഊഹം അതാണ് ആ വിഷയത്തിൽ. ഇപ്പോ പിന്നെ ഭാര്യനെ തൊട്ടാൽ ഉഴുതു മുറിയും ഷാഫി മദ്ഹബ്, എന്നാൽ മറ്റു മദ്ഹബിൽ ഉഴുതു മുറിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഷാഫി ഇമാമ് കരുതി ഭാര്യനെ തൊട്ടാൽ ഉഴുതു മുറിയുന്നതാണ് ശരിക്കുള്ള വിശേഷം, ശരിക്കുള്ള നിയമം എന്ന് ഷാഫി ഇമാം കരുതിയതാണത് എന്ന് കരുതി അത് ശരിയായതാവണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഷാഫി ഇമാം മുജിത്തഹിദായതുകൊണ്ടും നമ്മൾ ഇൽമില്ലാത്തവരായതുകൊണ്ടും, ഇൽമില്ലാത്തവർക്ക് എപ്പോഴും ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കലും അവരെ അനുസരിക്കലും നിങ്ങൾക്ക് നിർബന്ധമായതുകൊണ്ട് നമുക്ക് ഷാഫി ഇമാമിനെ പിന്തുടരാം, അഭിപ്രായത്തിൽ പോലും പിന്തുടരാം, അത് തെറ്റായാൽ പോലും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു ഊഹമാണ്, പണ്ഡിതന്മാരുടെ ഊഹമാണ്. എന്ത്? ഈ വിഷയത്തിലുള്ള ഇതിന്റെ ശരി ഇതാണെന്ന് അവർ ഊഹിക്കലാണ്. ഇർഷാദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിന റളിയല്ലാഹു അൻഹു ഇലാ മദ്ഹബിഹി. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാലിക്കി മദ്ഹബിലേക്ക് സൂചന കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, മാലിക്കി മദ്ഹബിലേക്ക് മാർഗദർശനം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അഫാദൽ ഇൽമു ഖത്അൻ, അത് ശരിക്കുള്ള ഇൽമാണെന്നുള്ള ഒരു ബോധ്യം തരികയാണ് നമുക്ക്. അപ്പോൾ മാലിക്കി മദ്ഹബാണ് ശരിക്ക്, അതൊരു ഊഹം മാത്രമല്ല. മാലിക്കി ഇമാമും ശരിക്കും എന്താണ് ഊഹിച്ചതാണ്, ഇതായിരിക്കും ശരി. ഷാഫി ഇമാമും ഊഹിച്ചതാണ്, ഇതായിരിക്കും ശരി. ഹനഫി ഇമാമും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെ ഊഹിച്ചതാണ് അവരുടെ മദ്ഹബിനെ കുറിച്ച്, ഇതായിരിക്കും ശരി. ഇത് അവർക്ക് ഊഹങ്ങളാണ്. എന്നാൽ സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളെ പിന്തുടരാൻ പറയുന്നതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതിൽ തന്നെ മാലിക് ഇമാമിന്റെ ഊഹമാണ് ശരിക്കും ശരിയെന്ന്. ബാക്കിയുള്ളതൊക്കെ ശരികളാണെങ്കിലും ശരിക്കും ശരി മാലിക് ഇമാമിന്റെ ഊഹമായിരുന്നു എന്ന് അത് നമുക്ക് ഇന്ന് മനസ്സിലാവും. കാരണം മാലിക് ഇമാമിന്റെ മദ്ഹബ് പരിപൂർണമായ ശരിയുടെയും ശുദ്ധിയുടെയും മദ്ഹബാണ്. അതുകൊണ്ട് തന്നെ ആ മദ്ഹബിൽ നിന്നുള്ള ഊഹം എന്ന സാധനം ഒഴിവാക്കപ്പെട്ടു. കാരണം ആ മദ്ഹബിലുള്ളതൊക്കെ ശരിയാണ് എന്ന് വരും മറ്റ് മദ്ഹബുകളെ കമ്പയർ ചെയ്യുമ്പോൾ. മറ്റു ആ മദ്ഹബുകൾ ഊഹങ്ങളെ മുകളിലാണെങ്കിൽ ഇത് ഊഹങ്ങളല്ലാന്ന് നമുക്ക് അഹമ്മദ് ജാൻ തങ്ങളോട് റസ്വാസങ്ങൾ പിന്തുടരാൻ പറഞ്ഞതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബാക്കലി തങ്ങൾ പറയാം. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു നമ്മളെ ഷെയ്ഖിനോടുള്ള വിശ്വാസത്തിലും ഷെയ്ഖിന്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുന്ന കുറെ കാര്യങ്ങളാണ്. ഇതൊന്നും എന്തല്ല നമ്മളെ ഒരു വാദമല്ല കേട്ടോ, അതൊന്നും മനസ്സിലാക്കണം. നമ്മൾ പോയിട്ട് ആൾക്കാരോട് പോയിട്ട് മാലിക്കി മദ്ഹബാണ് ഏറ്റവും ശരിയായ മദ്ഹബ്, നിങ്ങൾ ഷാഫി ഒന്നും ആവരുത് എന്നൊക്കെ ആൾക്കാരോട് പോയി പറയാൻ നമുക്ക് അവകാശമൊന്നുമില്ല. നമ്മളെ ഷെയ്ഖിനുള്ള വിശ്വാസം നമുക്കുള്ളത് കൊണ്ടും ഷെയ്ഖിനോടുള്ള മഹബത്തുള്ളതുകൊണ്ടും ഷെയ്ഖിന്റെ മക്കാം എന്താ നമുക്ക് അറിയുന്നതുകൊണ്ടും ഷെയ്ഖിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലിക്കി മദ്ഹബ് പിന്തുടരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ശരി എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അത് നമ്മുടെ വിശ്വാസമാണ്, അത് വിശ്വസിക്കുന്നത് തെറ്റൊന്നുമില്ല. അത് നമ്മളുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ നിങ്ങളുടെ എന്ന അർത്ഥത്തിലല്ല, നമ്മളെ തിജാനി മഹത്തുക്കളായ അകാബിരിങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് തെറ്റൊന്നും പറയാൻ പറ്റൂല എന്ന് കരുതി അത് വെച്ചിട്ട് നമുക്ക് വേറെ ആൾക്കാരെ പോയി വാഗ്ദാനം നടത്താനും പറ്റൂല. നമ്മൾ പോയിട്ട് മാലിക്കി മദ്ഹബ് മാത്രമേ ഉള്ളൂ, ഇതാണ് ശരി, മറ്റൊക്കെ തെറ്റാണ്, ഊഹങ്ങളാണെന്നൊന്നും പറയാൻ പറ്റൂല. അത് ശരിയല്ല കേട്ടോ. സാന്ദർഭികമായി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നാ നമ്മളിത് മനസ്സിലാക്കുകയും വേണം. വവല്ലാഹി ലോ കുന്തു ഐറ മാലിക്കി, ഇനി ഉള്ള വാക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വവല്ലാഹി, അള്ളാഹു ആണ് സത്യം. ലോ കുന്തു ഐറ മാലിക്കി, ഞാൻ മാലിക്കി അല്ലായിരുന്നുവെങ്കിൽ. സമീഅത്തു കലാം ശൈഖ് റളിയല്ലാഹു അൻഹു ഇമാമി മാലിക്കുൻ, എന്നിട്ട് ഞാൻ കേൾക്കുകയാണ് എൻ്റെ ഷെയ്ഖ് പറഞ്ഞത്, അതായത് സയ്യിദുനാ ഷെയ്ഖ് അഹമ്മദ് ജാൻ തങ്ങൾ പറഞ്ഞത് ഇമാമി മാലിക്കുൻ, എൻ്റെ ഇമാമു മാലിക്കാണെന്ന് സയ്യിദുനാ ഷെയ്ഖ് പറഞ്ഞത് ഞാൻ കേൾക്കുകയാണെങ്കിൽ, ഇപ്പൊ സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ മാത്രമല്ല, ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ മാലിക്കിയാണ്, ഷെയ്ഖുൽ തങ്ങൾ മാലിക്കിയാണ്, ഇവരൊക്കെ മാലിക്കികളാണ്. അപ്പൊ നമ്മൾ ഷാഫിയാണല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളോട് പറഞ്ഞ പോലെ ഉണ്ട്,
വല്ലാഹി ലൗ കുന്തു ഗൈറ മാലിക്കി, നമ്മൾ മാലിക്കിയല്ല, അതായത് നമ്മൾ ഷാഫിയൊക്കെ ആണല്ലോ. അപ്പൊ സമീപത്തെ കലാമ ഷേഖ് റളിയല്ലാഹു അൻഹു ഇമാം മാലിക്കി, നമ്മളെ ഷേഖന്മാരൊക്കെ മാലിക്കിയാണ്, എൻ്റെ ഇമാമ് മാലിക്കാണെന്ന് ഒരു പറയുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടു. അങ്ങനെയാണെങ്കിൽ തറക്തു മദ്ഹബി, ഞാൻ എൻ്റെ മദ്ഹബ് ഒഴിവാക്കിയായിരുന്നു. വ ഇൻ കുന്തു മുജ്തഹിദൻ അലൽ ഫർളി വത്തഖ്ദീർ, ഞാൻ അതിൽ ആ മദ്ഹബിൽ സാങ്കല്പികമായും ശരിയായിട്ടും ഒക്കെ അതിൽ ഞാൻ മുജ്തഹിദാണെങ്കിൽ പോലും, ഞാൻ ഷാഫി മദ്ഹബിലും മുജ്തഹിദാണെങ്കിൽ പോലും, ഉദാഹരണം പറയാം, എൻ്റെ ഷെയ്ഖ് അഹമ്മദ് തിജാൻ തങ്ങൾ, ഇബ്രാഹിം നിയാസ് തങ്ങൾ, ഷെയ്ഖുൽ തങ്ങളൊക്കെ മാലിക്കാണെന്ന് ഞാൻ അറിഞ്ഞാൽ എൻ്റെ മദ്ഹബ് ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ ആ മദ്ഹബ് സ്വീകരിക്കുകയായിരുന്നു. ലി വുജൂഹ് റുജൂ മിന ദന്നി ഇലൽ ഇൽമ്, എനിക്ക് ഉറപ്പാണ്. കാരണം ഓര് ആ മദ്ഹബ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഓരെ മുമ്പുള്ള ഓരെക്കാളൊക്കെ എത്രയോ മക്കാമ് കൊണ്ട് താഴ്ന്ന ആരിഫീങ്ങൾ മദ്ഹബുകളൊന്നും സ്വീകരിക്കാത്ത ഘട്ടത്തിൽ അവര് മാലിക്കിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മാലിക്കി ഇമാമിന്റെ ഇൽമ്, മാലിക്കി ഇമാമിന്റെ അഭിപ്രായങ്ങൾ, ഊഹങ്ങൾ മാത്രമല്ല, അതാണ് യഥാർത്ഥത്തിലുള്ള അഭിപ്രായം എന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ മദ്ഹബ് കൂട്ടി ഞാൻ ആ അഭിപ്രായത്തിലേക്ക് പോയിരുന്നു. കാരണം സംശയം ഒഴിവാക്കി ശരീരം സ്വീകരിക്കണം എന്നാണല്ലോ ഹദീസിലുള്ളത്. ഇത് സംശയമാണല്ലോ, നമ്മൾ മദ്ഹബിന്റെ അഭിപ്രായം ശരിയാണെന്നുള്ള സംശയമാണ്. എന്നാൽ ഷെയ്ഖ് മാലിക്കി മദ്ഹബ് പിന്തുടരുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പാണ് അതാണ് ശരി. അപ്പം നമ്മൾ ആ ശരിയിലേക്ക് പോവുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഖലീഫത്തുൽ ആലം ഫി ആലമിൽ ഐബ്, ആലമിൽ ഐബിലുള്ള അവിടുത്തെ ഏറ്റവും വലിയ ഖലീഫക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അഹഖു മിൻ ഐരിഹി, അതന്നെയായിരിക്കും ഏറ്റവും സത്യമായ കാര്യം. ഷെയ്ഖ് മദ്ഹബ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ മദ്ഹബ് അങ്ങനെ ഇല്ലല്ലോ, നിസ്കരിക്കുന്നത് മാലിക്കി മദ്ഹബ് അനുസരിച്ചൊന്നുമല്ല, ഷാഫി മദ്ഹബ് അനുസരിച്ചല്ലേ. നമ്മൾ ഓരോ കാര്യം ഇപ്പം തന്നെ നമ്മൾ നോക്കൂ, നമ്മൾ ഉലുഹിയത്ത് ഇറക്കുന്നതിനെ പറ്റി പറഞ്ഞു. നമ്മൾ എത്ര പേര് ഉലുഹിയത്ത് ഇറക്കുന്നുണ്ട്? ഇല്ലല്ലോ. കാരണം ഉലുഹിയത്ത് ഇറക്കൽ മാലിക്കി മദ്ഹബിൽ ഫർളാണ്, നിർബന്ധമാണ്. നമ്മൾ മദ്ഹബിൽ അത് സുന്നത്താണ്. അത് കൈവുള്ളവൻ അത് ഒഴിവാക്കിയാൽ അത് കറാഹത്താണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ സാന്ദർഭികമായി പറയാട്ടോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കറിയാം ഇപ്പൊ ഈ വാക്കുകൾ അനുസരിച്ച് മാലിക്കി ഇമാമിന്റെ അഭിപ്രായം ആണ് കൂടുതൽ ശരീഅത്തിലോട്ട് ചേർന്ന് നിൽക്കുന്നതെന്ന് നമ്മളെ ഷെയ്ഖ് അത് ആ മദ്ഹബ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് അറിയാം. അങ്ങനെ ഇരിക്കെ ഇപ്പൊ നമുക്ക് സമ്പത്ത് കൊണ്ട് കഴിവുണ്ട്. എങ്ങനത്തെ കഴിവ് ഇത്ര ഉണ്ടാകുമ്പോൾ, അതായത് നമ്മളെ വീട്ടുകാർക്കും നമ്മളെ മക്കൾക്കും കൊടുക്കാനുള്ള ചെലവ് കഴിച്ചിട്ട് നമുക്ക് ഒരു ഓഹരി കൂടാൻ 8,000 രൂപ നമ്മുടെ അടുത്തുണ്ടെന്ന് കരുതുക. ഒരു ഓഹരി കൂടാൻ നമ്മൾ പൈസ ഉണ്ടെങ്കിൽ മാലിക്കി ഇമാമിന്റെ അഭിപ്രായം നമുക്ക് നിർബന്ധമാണ് ഉളിയത്ത് ഇറക്കൽ എന്നാ. നമ്മളെ മദ്ഹബിലെ സുന്നത്തേ വരുന്നുള്ളൂ. അപ്പൊ ശരിക്കും ഈ അഭിപ്രായം അനുസരിച്ച് മാലിക്കി ഇമാമിന്റെ അഭിപ്രായം ആണല്ലോ ശരീഅത്തിനോട് കൂടുതൽ ശരിയാവാൻ ചാൻസ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഷാഫി ആണെങ്കിലും നമ്മൾ ആ മാലിക്കി അഭിപ്രായത്തിനാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് മാലിക്കി ഇമാം ഒരു കാര്യം നിർബന്ധമാണെന്നും നമ്മളെ മദ്ഹബിലെ ആണെന്നും പറയുകയാണെങ്കിൽ നമ്മൾ ഷെയ്ഖ് മാലിക്കി ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ആ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം അതാണ് കൂടുതൽ ശരി എന്നുള്ള കാരണം കൊണ്ട്. ഷെയ്ഖ് അല്ലെങ്കിൽ അത് പിന്തുടരുള്ളല്ലോ. അപ്പൊ അത് നമ്മൾ ഇതിനൊക്കെ പ്രാധാന്യം, ഇതിനർത്ഥം നമ്മൾ മാലിക്കി അല്ല, എന്നിട്ട് നമ്മൾ കഴിവുണ്ടായിട്ടും നമ്മൾ അതിൽ നിന്നൊക്കെ പിന്നിട്ടു അല്ലെങ്കിൽ അത് ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ തെറ്റുകാരാവുന്നല്ല കേട്ടോ. ആ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയണത്. ഞാൻ പറയുന്നത് ഈ മാലിക്കി മദ്ഹബിന്റെ സ്ഥാനം അത്രയും വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, മാലിക്കി മദ്ഹബിൽ പിന്നെ ഒരു കാര്യത്തെ നിർബന്ധമാണെന്ന് പറയുകയും നമ്മളെ മദ്ഹബിൽ അത് സുന്നത്താണെന്ന് പറയുകയും ചെയ്താൽ ആ നിർബന്ധം വളരെ പ്രധാനപ്പെട്ടാന്ന് നമ്മൾ മനസ്സിലാക്കാൻ അതിനേക്കാൾ ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് കഴിവുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ പങ്കാളിയാവണം. അപ്പോൾ അതിൽ പെട്ടതാണ് ഉളുഹിയത്തൊക്കെ. ഉളുഹിയത്ത് മാലിക്കി മദ്ഹബിന് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നിർബന്ധം പോലെ പരിഗണിച്ച് നമ്മൾ മദ്ഹബിൽ തന്നെ നമ്മൾ നിൽക്കാം. നിർബന്ധം പോലെ പരിഗണിക്കൽ നമുക്ക് നല്ലതാണ് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ഞാൻ പറഞ്ഞു വന്നത് പിന്നെ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹസൻ ബാക്കലി തങ്ങൾ പറഞ്ഞത്, ഞാൻ ഈ മദ്ഹബിൽ എൻ്റെ മദ്ഹബ് ഞാനൊരു മാലിക്കി അല്ലെങ്കിൽ ഞാൻ വേറെ മദ്ഹബിലാണെങ്കിൽ എൻ്റെ ഷെയ്ഖ് എൻ്റെ ഇമാമ് മാലിക്കി ഇമാമാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എൻ്റെ മദ്ഹബ് ഒഴിവാക്കിയിട്ട് ഞാനതിൽ മുജിത്തഹിദാണെങ്കിൽ പോലും, സാധാരണ നമ്മളെപ്പോലെ ഫോളോ ചെയ്യുന്ന ആളല്ല, അതിൽ മുജിത്തഹിദാണെങ്കിൽ പോലും അതൊക്കെ ഒഴിവാക്കിയിട്ട്
ഈ മാലിക്കി മദ്ഹബ് സ്വീകരിക്കുമായിരുന്നു. എന്തിൻ്റെ പേരിലാണ് അങ്ങനെ സ്വീകരിക്കുന്നത്? അത് ആ അഭിപ്രായം ശരിയായിരിക്കും, അത് തന്നെ ആയിരിക്കുമല്ലോ. അതായത് ഊഹല്ല, അത് ഊഹല്ലാത്തതുകൊണ്ടാണല്ലോ വിശ്വാസങ്ങൾ അതിലേക്ക് പോകാൻ പറഞ്ഞത്. അല്ലെങ്കിൽ വിശ്വാസങ്ങൾ പറയൂലേ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഫുൾ ടൈം വിശ്വാസങ്ങളോട് ബന്ധമുള്ള അഹമ്മദ് തിജാനി തങ്ങൾ ഏക്കൊല്ലത്തൻ ഉറക്കിലല്ല ഉണർവിലായി ബന്ധമുള്ള അഹമ്മദ് തിജാനി തങ്ങളോട് എന്തിനാ ഒരു മദ്ഹബ് ഫോളോ ചെയ്യാൻ പറയണത്? ഇനി എല്ലാം എന്നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോരെ. നിസ്കാരം ഞാൻ പഠിപ്പിച്ചുതരാം, നോമ്പ് ഞാൻ പഠിപ്പിച്ചുതരാം, ജക്കാത്ത് ഞാൻ പഠിപ്പിച്ചുതരാം, ഒളു എടുക്കൽ എങ്ങനെ പഠിപ്പിച്ചുതരാം, എല്ലാം ഞാൻ പഠിപ്പിച്ചുതരാം. എന്തിനാ അത് നോക്കണത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അത് പറഞ്ഞില്ല. റസൂലുള്ളാഹി പകരം എന്ത് ചെയ്തു? മാലിക് ഇമാമിനെ പിന്തുടരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാലിക് ഇമാമിന്റെ മഹത്വവും അവിടുത്തെ മദ്ഹബിന്റെ മഹത്വമാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവായിരുന്നു, ഞാൻ എൻ്റെ മദ്ഹബ് വിട്ട് അങ്ങോട്ട് പോകുമെന്ന് പറയാൻ. കാരണം ആലമുൽ ഐബില് സ്വാസങ്ങളെ ഏറ്റവും വലിയ ഖലീഫയായ റസൂലുള്ളാഹിങ്ങളെ ഏറ്റവും വലിയ ഖലീഫയായ അഹ്മദ് തിജാനി തങ്ങൾക്ക് ഒരു കാര്യത്തെ അള്ളാഹു സ്വാസങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഹക്കായതായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈൻ കാനത്തിൽ അക്വാലു ശരീഅത്തൻ, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ശരീഅത്തന്നാണ് കേട്ടോ. അതെല്ലാം മനസ്സിലാക്കുകയും ചെയ്യരുത്. ഷാഫി ഇമാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ശരീഅത്താണ്, അത് അതിനർത്ഥം അത് ഒഴിവാക്കണം എന്നല്ല, അത് ശരീഅത്തന്നാണ്. ലാകിന്നഹു ലാ യശ്റൂത്ത് ഇത്തിഫാഖൽ മുരീദു മഅൽ ഉസ്താദി ഫിൽ മദ്ഹബ്. ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഷെയ്ഖിൻ്റെ മദ്ഹബ് പിന്തുടരൽ അവന് നിർബന്ധമൊന്നുമല്ല. മുരീദിന് ഏത് മദ്ഹബും ആവാം. മുരീദ് എന്ത് ചെയ്താൽ മതി? അവരെ മദ്ഹബ് ഉറച്ചു നിന്നാൽ മതി. എന്നിട്ട് ഷെയ്ഖിൻ്റെ മദ്ഹബിലും പോവുക. അങ്ങനെ ആവുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇല്ല അലാ വജ്ഹിൽ മഹബ്ബത്തി വല്ലാക്കൽ. എന്നാൽ പക്ഷേ ഷെയ്ഖ് ഒരു മദ്ഹബും നമ്മൾ വേറെ മദ്ഹബും ആവുമ്പോൾ മഹബ്ബത്തിൽ നമുക്ക് എന്തിനോട് അടുപ്പുണ്ടാവുക? ശരിക്കും ഉണ്ടാവേണ്ട എന്തിനൊക്കെ നമ്മൾ അതിലേക്കൊരു ചാവ് ഉണ്ടാവണമല്ലോ. അതാണ് ഈ പറഞ്ഞത് എന്നാണ് ഹസൻ ബാക്കലി തങ്ങൾ പറഞ്ഞത്. അല്ലാതെ എന്തല്ല നിങ്ങൾ വേറൊരു മദ്ഹബാണ്, അത് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് വന്നാലേ തിജാനി ആവുള്ളൂ, അങ്ങനെയല്ല. ഷെയ്ഖ് മാലിക്കാണെങ്കിൽ നമ്മൾ വേറൊരു മദ്ഹബാണെങ്കിൽ നമുക്കൊരു മഹബ്ബത്ത് എന്തിനോണ്ടാണ് ഉണ്ടാവുക? മാലിക്കിനോടല്ലേ. കാരണം വസ്തഹയാഹു അൻ തഖാ കൈഫിയത്തി സ്വലാത്തിഹി മുഖാലിഫത്തൻ ലിഹൈഅത്തി സ്വലാത്തി ഷെയ്ഖി ലാ ഗൈറ. അത് ഷെയ്ഖ് ഒരു രൂപത്തിൽ നിസ്കരിക്കുന്നു, നമ്മൾ വേറെ രൂപത്തിൽ നിസ്കരിക്കുന്നു, അതൊരു നമുക്ക് ലജ്ജ ഉണ്ടാകുന്ന രൂപത്തിലെ ഒരു രൂപമായി മാറൂലേ. നിസ്കാരത്തിൽ മാത്രമല്ല, ഷെയ്ഖ് ഒരു രൂപത്തിൽ നോമ്പ് വെക്കുന്നു, ഷെയ്ഖ് ഒരു രൂപത്തിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഉദൂയത്ത് ഇറക്കുന്നു, ഷെയ്ഖ് ഒരു രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ നമ്മളതിന് നേരെ ഓപ്പോസിറ്റും അങ്ങനെ ചെയ്യുന്ന ഒരു ഇതല്ലേ എന്ന് പറയാണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഷെയ്ഖിൻ്റെ രൂപത്തിലേക്കായി മാറണമെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം രൂപത്തിലേക്കാവാൻ പറ്റൂല കേട്ടോ. അതിന് മദ്ഹബിന് ഒരു ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവരും പറഞ്ഞ എന്താണ്, ഞാൻ ഈ മദ്ഹബിൻ്റെ ഇമാമാണെങ്കിൽ പോലും ഞാൻ മാലിക്കാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ മാത്രം സ്വീകരിക്കുന്നതല്ല. അവിടെ എന്ത് ചെയ്യും? നമ്മൾ അവർ പഠിച്ച് ആ മദ്ഹബിലേക്ക് മാറാൻ തയ്യാറാവും. അപ്പോൾ നമ്മളിപ്പോൾ മാലിക്കാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നന്നായിട്ട് പഠിക്കണം. അതിന് കുറച്ച് മെനക്കേടുണ്ട്. നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ച പോലെ അത് കുറേ കാലം നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് അത് അത്ര പ്രയാസമായി തോന്നാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ മദ്ഹബ് സ്വന്തമായി പഠിക്കാനോ നിന്നാൽ ചിലപ്പോൾ അത് കുറച്ച് പ്രയാസമായിരിക്കും. ചുരുങ്ങിയത് ഒരു 3-4 മാസമെങ്കിലും നമ്മൾ അതിന് വേണ്ടി ഇരിക്കേണ്ടി വരും. എന്നാലേ നമുക്ക് ആ മദ്ഹബിൻ്റെ ബേസിക്സ് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളത് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമ്മൾ മാലിക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും അഭിപ്രായം മാത്രം നമ്മളെ ഷെയ്ഖിൻ്റെത് എടുക്കുക എന്നുള്ളതല്ല കേട്ടോ ഇതിന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എടുക്കേണ്ടത് എന്ത് ചെയ്യണം? നമ്മൾ മാലിക്കാണെങ്കിൽ അതാണ് ആവുകയാണെങ്കിൽ ഏറ്റവും നല്ല അതാണ്. പക്ഷെ അത് നമ്മൾ പൂർണ്ണമായി പഠിച്ചുകൊണ്ടായിരിക്കണം മാറേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഷാഫിയായിട്ട് നിൽക്കുക, നമ്മൾ ബലഹീന, നമുക്ക് ഇതിനൊന്നും ചിലപ്പോൾ നമ്മൾ ത്വരീഖത്തിൻ്റെ ഷെയ്ഖ് പറഞ്ഞ ത്വരീഖത്തിൻ്റെ കാര്യം തന്നെ കേൾക്കാൻ ചിലപ്പോൾ നമുക്ക് സമയമല്ല. അപ്പോൾ പിന്നെ മദ്ഹബും പഠിക്കാനൊക്കെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് നമുക്ക് സാധിക്കണമെന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, മദ്ഹബ് പഠിക്കുന്നില്ല, നമ്മൾ മദ്ഹബ് തന്നെ ആയിക്കോട്ടെ, ഒക്കെ ഒരു കുഴപ്പമില്ല അതിനൊന്നും. പക്ഷേ ചുരുങ്ങിയത് ചില കാര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഷെയ്ഖിൻ്റെ മദ്ഹബിന് അതിൽ ഭയങ്കരമായ ഊന്നൽ നൽകുകയും നമ്മളെ മദ്ഹബിൽ അത്രത്തോളം ഊന്നൽ നൽകാതിരിക്കുകയും ചെയ്താൽ അതിന് അത്രയും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറയാം. അതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മാത്രമല്ല, നമ്മളെ മദ്ഹബിന് വിരുദ്ധമായൊരു അഭിപ്രായം മാലിക്കി മദ്ഹബിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനോടൊരു നീരസവും ഉണ്ടാവരുത്. അതും പ്രശ്നമാണ്. കാരണം മാലിക്കി മദ്ഹബിൻ്റെ അഭിപ്രായമാണ് കൂടുതൽ ശരിയെന്ന് നമ്മൾ ഷെയ്ഖ് അതിൽ പിന്തുടരുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നിരിക്കെ നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അഭിപ്രായത്തിലാവുമ്പോഴും നമുക്ക് അതിനോട് മഹബത്ത് ഉണ്ടാവണം. എന്ത് ചെയ്യരുതോ, എന്താപ്പാ ഒരു മാലിക്കികൾ എങ്ങനെ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്.
ഫാലം നിങ്ങൾ അറിയണം അന്നൽ ആമിയു യജിബു അലൽ അഖൽ അലൈഹി അഖലൻ അൻ യുഖല്ലിദ് ഇമാമൻ യുക്തസിറു അലൈഹി. അതുകൊണ്ട് ഒരു പൊതുവായ ഒരാൾക്ക്, പ്രത്യേകിച്ചും പൊതുവായ തിജാനികൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ എന്താ ചെയ്യുക, ഏതെങ്കിലും ഒരു ഇമാമിനെ പിന്തുടരാൻ നല്ലത്. വേഗം പോയിട്ട് എല്ലാം ഒഴിവാക്കി മാലിക്കാവണമെന്നും പറയുന്നില്ല, ഇതുവരെ മഹബത്ത് കൊണ്ട് ഷെയ്ഖ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളെന്ത് ചെയ്താൽ നിങ്ങൾ ഏതെങ്കിലും ഇമാമിനെ പിന്തുടരാൻ നല്ലത്. ലിയല്ല യതശവ്വശ ബിജ്തിഹാദത്തിൽ അഇമ്മ. കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കഴിഞ്ഞാൽ ഇമാമിങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു മദ്ഹബ് ഫോളോ ചെയ്ത് നടക്കലാണ് നല്ലത്. ഇനി ഫൈദ വസല സ്വാറ മുജ്തഹിദൻ, നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞ പരിപൂർണനായ ഒരു ആരിഫാണെങ്കിൽ സ്വാറ മുജ്തഹിദൻ, നിങ്ങൾ സ്വന്തമായി മുജ്തഹിദായി മാറും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒരു മദ്ഹബിൻ്റെ ഉള്ളിൽ തന്നെ പരിമിതപ്പെടുത്തണമെന്നില്ല. നിങ്ങൾക്ക് സ്വയം ഒരു മുജ്തഹിദിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരും. യജിതബീമാ യുനാസിബ്. അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നമ്മളോട് ചില ആൾക്കാരൊക്കെ ചോദിക്കുമല്ലോ, ഉന്നതരായ ആരിഫീങ്ങളോട് ഒരാൾ ചോദിക്കാണ്, നിങ്ങളെന്താണ്, നിങ്ങളിപ്പോൾ ഷാഫിയല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ രൂപത്തിൽ നിസ്കരിക്കുന്നത്? നിങ്ങൾ ഷാഫിയല്ലേ, പിന്നെ എന്തിനാണ് ഈ രൂപത്തിൽ നിങ്ങൾ വസ്ത്രമണിയുന്നത്? അത് നമ്മൾ മദ്ഹബിന് അത് ശരിയല്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ, ശരിക്കും ഒരു ഉന്നതനായ ഒരു ആരിഫാണെങ്കിൽ അവന് ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, പരിശുദ്ധമായ ഖുർആൻ സുന്നത്തിനനുസരിച്ച് അതിൽ നിന്നൊക്കെ അവന് നിയമങ്ങൾ എടുക്കാൻ സാധിക്കും. അത് ഏറ്റവും ശരി എന്താണെന്ന് അവൻ്റെ ഉൾക്കാഴ്ച അവനെ അതിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവന് സ്വീകരിക്കുക. അപ്പോൾ അത് ചിലപ്പോൾ ചിലത് അവന് സ്വീകരിച്ച മദ്ഹബിനോട് അനുകൂലമായിരിക്കും, ചിലപ്പോൾ പ്രതികൂലമായിരിക്കും. പക്ഷെ പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ റിബല്യൻ ആവാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കണം. എല്ലാ മദ്ഹബുകളും ശരിയാണെങ്കിലും നമ്മൾ അനാവശ്യ സ്ഥലങ്ങളിലൊന്നും എന്ത് ചെയ്യരുത്, വേറെ മദ്ഹബിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് കൂടുതൽ ഉചിതം. കാരണം അത് കൂടുതൽ ആളുകൾക്ക് വസ്വാസന ഉണ്ടാക്കുകയും വസ്വാസകളിലൂടെ പിന്നെ നമ്മൾ കുറേ സമയം വേസ്റ്റ് ആവുകയും ചെയ്യും. അത് നമ്മൾ ഒഴിവാക്കാം. എന്നാലും നമ്മളൊരു വാസിലായ ഒരാളാണെങ്കിൽ, അള്ളാഹുവിൽ എത്തിച്ചേർന്ന ഒരു ആരിഫാണെങ്കിൽ അവൻ മുജ്തഹിദാണ്. യജിതബീമാ യുനാസിബ്. അവന് ആവശ്യമുള്ള കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യാം, പരിശുദ്ധമായ ഖുർആൻ സുന്നത്തിൽ നിന്ന് എടുക്കാം. പിന്നെ കുവ്വത്തി വലാഫി, അതിൽ പ്രബലമായതും ബലഹീനമായതും, വറുഫ്സത്തിൻ വ അജീമത്തിൻ, അതിൽ കർശനമായതും ഇളവുകളുള്ളതും, ഇതൊക്കെ അവന് അതിൽ നിന്ന് എടുക്കാം. പിന്നെ അതിന് ശരിയ പരിശുദ്ധമായ ശരീരത്തിൽ നിന്ന് അവന് ഇഷ്ടമുള്ളത് അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അപ്പോൾ യസീറു ഉസ്നൻ മിൻ ആസാനി ഷജ്റത്തു ശരിയ, അവൻ അതുകൊണ്ട് തന്നെ ശരീഅത്തിന്റെ വൃക്ഷത്തിൽ നിന്ന് ഉള്ള ഒരു ശാഖയായി അവൻ മാറും. ശരീഅത്തൊരു വൃക്ഷമാണെങ്കിൽ അവൻ അള്ളാഹുവിനെ അറിഞ്ഞ പരിപൂർണനായ ഒരു ആരിഫാണെങ്കിൽ അവൻ ആ ഒരു വൃക്ഷത്തിൻ്റെ ഒരു ശാഖയായി അവന് മാറാൻ സാധിക്കും. കബുലൽ വസൂലിലിയ, ഇനി അള്ളാഹുൽ എത്തിച്ചേരുന്നതിന് മുമ്പാണെങ്കിൽ, അള്ളാഹുവിൻ്റെ പരിപൂർണനായ ഒരു ആരിഫല്ലെങ്കിൽ യജിബു അലൈഹി തമസ്സുക ബി ഉസ്നി സ്വഹീഹിൻ, അവന് ഏതെങ്കിലും ഒരു ശരിയായ ഒരു ബ്രാഞ്ചിനെ, ശരിയായ ഒരു ശാഖനം മുറുകെ പിടിക്കൽ അവൻ നിർബന്ധം. അതായത് ഏതെങ്കിലും ഒരു മദ്ഹബിൽ തന്നെ അവൻ നിൽക്കണം, വേറെ ഒന്നിലേക്ക് പോകരുത്. ലാ യൻതഖിലു അൻഹു ഇലാ ഫുറൂഇ ഷജ്റത്തി റിക്കാഖ്, ആ പിടിക്കുമ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യണം, അതിലുള്ള ഏതെങ്കിലും ഒരു ഉണങ്ങിയ കൊമ്പിനെയോ അല്ലെങ്കിൽ ഒരു ബലഹീനമായ കൊമ്പിനെയോ അല്ല പിടിക്കേണ്ടത്, അതിലെ ശക്തമായ കൊമ്പിനെ. അപ്പോൾ നമ്മൾ മദ്ഹബ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായങ്ങൾ കൂടുതൽ നമ്മൾ പിന്താങ്ങണം. അല്ലാതെ നമ്മളതിലെ ഈ ബലഹീനമായ അഭിപ്രായങ്ങളല്ല പിന്തുടരേണ്ടത്. ഹൗഫൻ മിന സുക്കൂത്തി അല ഉമ്മർ അസി, എന്തിനു വേണ്ടി അങ്ങനെ പറയാൻ കാരണം, അത് അവൻ അതിൽ വീണ് പോകാനുള്ള, അതായത് അവന് ആ വൃക്ഷത്തിൽ നിന്ന് വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ബലഹീനമായ കൊമ്പിനെ പിടിച്ചെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അതുപോലെ. ഫൈദാത്ത് അല്ലക്ക ബി ഹിമ്മത്തി നാഫിദത്തും ബി, അവൻ്റെ അതിലുള്ള പിടുത്തവും ബന്ധവും ഒക്കെ ആയമേറിയ ഒരു ഹിമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഫൈന്നഹു യൻജദിബു ബി ഖുവ്വതിഹി ഇല റുകൂബി അലൈഹി, ആ വൃക്ഷത്തിൻ്റെ ആ കൊമ്പിൻ്റെ മുകളിൽ അവന് എഴുന്നേറ്റ് ഇരിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിത്തീരും. അതായത് ആ മദ്ഹബിൻ്റെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. വെറുതെ തൂങ്ങി പിടിക്കാന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥ അവനുണ്ടാവും. വഅഹ്ലു ളാഹിർ മുതഅല്ലിഖൂൻ, എന്നാൽ ബാഹ്യമായ ആളുകളുണ്ടല്ലോ, ശരീഅത്തിന്റെ ആളുകൾ, അവർ മുതഅല്ലിഖൂൻ, അവർ വെറും ഇത് തൂങ്ങിപ്പിടിക്കുന്നവർ മാത്രം, കയറി നിൽക്കുന്നവരല്ല. വഅഹ്ലുൽ ബാത്തിൻ റാക്കിബൂൻ, ബാത്തിനിന്റെ ആളുകൾ അവരാണ് റാക്കിബ്, അതിന്റെ മുകളിൽ കയറി നിൽക്കുന്നവർ. വഹുവൽ അമലു ബിശ്ശരി, അവരതിൻ്റെ സിറ് കൊണ്ട്, അതിൻ്റെ രഹസ്യം കൊണ്ട് അമൽ ചെയ്യുന്നവരാണ്.
വല ആഫിലൂൻ ആരിഫൂനൽ ആഖിലൂൻ, ആരിഫീങ്ങൾ അതിൻ്റെ മുകളിൽ കയറിക്കുക എന്ന് മാത്രമല്ല അതിൻ്റെ ഫലങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നവരാണ്. വല ആരിഫൂനൽ ആഖിലൂൻ ജാഹിലൂനൽ ഹായിമൂൻ, ജാഹിലീങ്ങളായ ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒരു ലക്ഷ്യമില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് ജാഹിലീങ്ങൾ. ത്വാലിബൂനൽ ഹായിമൂൻ, എന്നാൽ അള്ളാഹനെ തേടുന്ന ആളുകൾ ഹായിമൂൻ, അവരിങ്ങനെ ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. സാലിക്കൂനൽ മുതഅശ്ശിമൂൻ മുതഅമ്മിഷൂൻ, എന്നാൽ സാലിക്കീങ്ങൾ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്നവർ അവർ ഇതിനോട് ഭയങ്കരമായ ദാഹമുള്ളവരായിരിക്കും. വൽമുർഷിദൂൻ റാസിഖൂൻ, അതിലെ വൈകാട്ടികളായ ആളുകളോ അവർ ആ ഇൽമിൽ ഉറച്ചവരായിരിക്കും. വഹുലു ദലാലത്തെ സാഖിത്തൂൻ, എന്നാൽ ദലാലത്തിൻ്റെ ആളുകൾ സാഖിത്തൂൻ, അവർ ഈ കൊമ്പിൽ നിന്ന് ഒടിഞ്ഞു വീണ് താഴെ വീണ് പോയവരായിരിക്കും. വാഹുലുൽ ബിദ്അ മത്റൂദൂൻ, ബിദ്അത്തിന്റെ ആൾക്കാരാണെങ്കിലോ അവർ ഈ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരായിരിക്കും. കുഫാറു വമൂൻ, എന്നാൽ കാഫിരീങ്ങൾ അവർ അന്ധരായ ആളുകളായിരിക്കും, ഇവർക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. വൽ മുനാഫിക്കൂന മത്മൂസൂൻ, എന്നാൽ മുനാഫിക്കീങ്ങൾ അവരുടെ കാഴ്ച നശിപ്പിക്കപ്പെട്ടവർ, കാണാൻ പറ്റിയിട്ടുണ്ടാവും, പെട്ടെന്ന് അവർക്ക് ആ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഫജിത്തിഹാദു ഷെയ്ഖ്ന അല ഇജ്തിഹാദ് ഇമാമി, അതുകൊണ്ട് സയ്യിദ്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഇജ്തിഹാദ് എന്ന് പറയുന്നത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഇജ്തിഹാദ് അനുസരിച്ചായിരുന്നു. വഹുവ സുറാഹു ശരീഅത്ത് വൽ ഹഖീഖ, ആ ഇമാം മാലിക് തങ്ങളുടെ ഇജ്തിഹാദ് എന്ന് പറയുന്നത് പരിശുദ്ധമായ ശരീഅത്തിന്റെ പരമമായ സത്തയും അവിടുത്തെ ഹഖീഖത്തിൻ്റെ ഒക്കെ സത്തയാണ്. ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ നിസ്കാരത്തെക്കുറിച്ചും പിന്നെ അതിൽ ഒരു അടിമൻ്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ട മാരിഫത്തിനെ കുറിച്ചൊക്കെയാണ് ഇനി അടുത്ത ചർച്ച ചെയ്യുന്നത്. ഫൈദ തമഹത്തൽ അഹ്കാമുൽ സ്വലാ, നിസ്കാരത്തിൻ്റെ അഹ്കാമുകൾ പിന്നെ സ്ഥിരപ്പെടുത്തിയതിന് ശേഷം ഉബയ്യിനുലക്, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരും. വജ്ഹൽ കൈഫിയത്തിൽ മസ്നൂനത്ത, സുന്നത്തായ കാര്യങ്ങളെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, നിസ്കാരത്തിൻ്റെയും അല്ലാതെയുള്ള കാര്യങ്ങൾ. മുസ്തംബിഅൻ ബി അസ്റാരിഹൽ മുഅസ്സിസത്ത് അലി, അതിൻ്റെ ഉള്ളിൽ അള്ളാഹു വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ നിലനിന്നുകൊണ്ട്. അപ്പോൾ അതെന്താണ്? ഇപ്പോൾ നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും അതൊക്കെ ഉള്ളിലൊക്കെ ഉള്ള രഹസ്യങ്ങൾ ഉണ്ടാവില്ല. ആ രഹസ്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫാഖൂലു, ഞാൻ പറയുന്നു, ആലം, നിങ്ങൾ അറിയണം, അന്നല്ലാഹു ജല്ല അലാഹു, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ലഹു ഹദ്റത്തുൽ ഇസ്തിഅനാ അൻ കുല്ലി മാ സിവാ, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാത്തിൽ നിന്നും ഒഴിവാണ്, ഒന്നിനെ ആശ്രയിക്കുന്നവനല്ല, അവൻ സ്വയം പര്യാപ്തമാണ്. വജഅലി ഖൽഖി ഹദ്റത്തുൽ ഇഫ്തിഖാരിലി, എന്നാൽ സൃഷ്ടിയാവട്ടെ, സൃഷ്ടിനെ അള്ളാഹു വെച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ആ സൃഷ്ടിക്ക് എപ്പോഴും അള്ളാഹുവിന് ആവശ്യമാണ്. അള്ളാഹുവിന് ഒന്നിനെ ആവശ്യമില്ല, സൃഷ്ടിക്ക് എപ്പോഴും അള്ളാഹിന് ആവശ്യമാണ്. ആ ഒരവസ്ഥയിലാണ് വെച്ചിട്ടുള്ളത്. വജമീഅ മാ തതഅല്ലഖു ബിഹി ഖുദ്റത്തുഹു, ഏതൊക്കെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കഴിവ് ബന്ധപ്പെടുന്നുവോ, മിൻ ഹദ്റത്തിൽ ഇംകാൻ, സാധ്യമായ കാര്യങ്ങളിലെല്ലാം, ഹദ്റത്തുൽ ഇഫ്തിക്കാർ, അതിലൊക്കെ അടിമക്ക് എന്തുണ്ടാവും? അള്ളാഹുലേക്കുള്ള ആവശ്യകത ഉണ്ടാവും. ഇലേഹി, അവനോടുള്ള ആവശ്യകത, അലേഹി, അവനിലൂടെയുള്ള ആവശ്യകതയും. ഫൽ അബ്ദു, അതുകൊണ്ട് തന്നെ അടിമ, യജിബു അലേഹി അൻ യുഷാഹിദ അബ്ദൻ ഹദ്റത്തുൽ ഇംകാനി, അതുകൊണ്ട് തന്നെ അടിമ എപ്പോഴും അവൻ്റെ ആ സൃഷ്ടിപ്പിൻ്റെ അവസ്ഥ സാക്ഷ്യം വഹിക്കണം. വഹദ്റത്ത് റുബൂബിയത്തി വൽ ഉലൂഹിയ, അവൻ എപ്പോഴും റുബൂബിയത്തിൻ്റെയും ഉലൂഹിയത്തിൻ്റെയും സാന്നിധ്യങ്ങളെ സാക്ഷ്യം വഹിക്കണം. റുബൂബിയത്തിൻ്റെയും ഉലൂഹിയത്തിൻ്റെയും സാന്നിധ്യങ്ങൾ. വഹുവ ദായിമൻ ഫി ഹദ്റത്തുൽ ഖുദ്സ് ഇൻ ഷാഹദ ഹദ്റത്തുൽ ഇഫ്തിഖാരി ലഹു, ഒരു അടിമ എപ്പോഴും അള്ളാഹുവിലേക്കുള്ള ആവശ്യകതയിലായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ അവൻ എപ്പോഴും അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലാണ്. ലാക്കിൻ തഫദ്ദല അലൈഹി സയ്യിദുഹു, പക്ഷേ അവൻ്റെ യജമാനൻ അവൻക്ക് ഒരു ഫദ്ല് നൽകിയിട്ടുണ്ട്, ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ട്, ഒരു വിടുതൽ നൽകിയിട്ടുണ്ട്. ഫി ബഹദി അഹ്വാലി ബിർ റാഹ, ചില കാര്യങ്ങളിൽ അവനൊരു റാഹത്ത് നൽകിയിട്ടുണ്ട്. എന്താണത്? ഇസ്തിഅമാലി ലവാജിബിൽ ബശരിയ, അവൻ്റെ ബശരീയത്തിൻ്റെ കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോൾ, അവൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവൻ ചെയ്യുന്നതിൽ അവൻ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. ബിനിയത്ത് ഇംതിസാലിൽ സയ്യിദി, ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്താൽ മതി? അവൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ മാത്രം മതി. റദ്ദുഹു ലി നഫ്സിഹി ലി റഹ്മത്തിൽ ഹിജാബ്,
അതിലൂടെ ആ പിന്നെ അവൻ്റെ കാരുണ്യമാകുന്ന മറയിലൂടെ അവൻ അള്ളാഹുലേക്ക് തന്നെ മടങ്ങിയാൽ മതി. അൽബസഹു ജിൽബാബിൽ ബശരിയത്തി ലിയക്മുലു റുജൂഹു ഇലാ ഹദറത്ത് റബ്ബി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഈ ബശരീയത്തിന്റെ വസ്ത്രം അണിയിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ അണിയിപ്പിച്ചത്? അതിലൂടെ അവൻ്റെ റബ്ബിലേക്കുള്ള മടക്കം പരിപൂർണമാവാൻ വേണ്ടി. ഫീ വഖ്തി തക്ലീഫി ലഹു, ആ ഒരു ഘട്ടത്തിൽ അവന് തക്ലീഫ് നൽകുന്നതിലൂടെ അവന് അള്ളാഹുവിലേക്കുള്ള മടക്കം പരിപൂർണമാക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു അടിമക്ക് രണ്ട് അവസ്ഥകൾ എപ്പോഴും നൽകിയിട്ടുണ്ടാവും. ഒന്ന്, അവനെപ്പോഴും അള്ളാഹുവിനെ തൊട്ട് ആവശ്യകതമായ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ അള്ളാഹിനെ തൊട്ട് ആവശ്യകത നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലാണ്. അതോടൊപ്പം അവൻ്റെ ശാരീരികമായ ആവശ്യങ്ങളുണ്ടാവും. കാരണം ഉദാഹരണത്തിന് അവൻ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, കിടന്നുറങ്ങണം, അവന് ഇണചേരണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. ഈ കാര്യങ്ങളിലൊക്കെ അപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടത്? അതിലെന്താ ചെയ്യേണ്ടത്? അതിൽ എന്താണോ അവൻ്റെ റബ്ബ് അവനോട് ചെയ്യാൻ കൽപ്പിച്ചത്, എന്താണോ റബ്ബിൻ്റെ കൽപ്പനകൾ ആ വിഷയത്തിലുള്ളത്, ആ കൽപ്പനകൾ അവൻ അനുസരിച്ചുകൊണ്ട് ആ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ള അവസ്ഥയിലായിക്കൊണ്ട് അവൻ എന്ത് ചെയ്യണം? അള്ളാഹിലേക്ക് മടങ്ങുകയും വേണം. ഇത് രണ്ട് കാര്യങ്ങൾ അവൻ ചെയ്യണം. എന്നാൽ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫൈദാ നാദാഹു സയ്യിദുഹു, അവൻ്റെ യജമാനൻ അവനെ വിളിച്ചാൽ, ലി ഹദ്റത്തിൽ ഖാസ, അവൻ്റെ പ്രത്യേകമായ സാന്നിധ്യത്തേക്ക്, മുസമ്മാത്തിൽ ഹദ്റത്തു സലാ, നിസ്കാരം എന്ന സാന്നിധ്യത്തിലേക്ക്. അപ്പോൾ സാധാരണ ഇതിന് മഹാന്മാർ ഉദാഹരണം പറയാറുണ്ട്. ഒരു ഭാര്യ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനെയാണ് ഉദാഹരണം പറയാറ്. അങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താവിനെ ഹിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭർത്താവിൻ്റെ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിലത്തെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഭർത്താവ് അവളെ വിളിച്ചാൽ, അവൻ്റെ സാന്നിധ്യത്തിലേക്ക് വിളിച്ചാൽ, അപ്പോൾ പിന്നെ ആ സാന്നിധ്യത്തിൻ്റെ ഉത്തരം നൽകണം. അതേസമയം ഭർത്താവിൻ്റെ വിളി ഇല്ലെങ്കിൽ അവൾക്കെന്ത് ചെയ്യുക? അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിൻ്റെ വിളി വന്നാൽ പെട്ടെന്ന് ആ ഭർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ പോകണം. ഈ രണ്ടും ഒരുമിച്ചാൽ മാത്രമാണ് അവരുടെയുള്ള ബന്ധം നന്നാവുന്നത്. അതുപോലെ തന്നെ അള്ളാഹുലേക്കും, അള്ളാഹിൻ്റെ അടിമ അള്ളാഹു അവന് വെച്ചിട്ടുള്ള ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന കാര്യങ്ങളിൽ മുഴുകുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല. അതിലൊക്കെ അള്ളാഹിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. എന്നാൽ അള്ളാഹു അവനിലേക്ക് വിളിക്കുന്നൊരു ഘട്ടം ഉണ്ടാവും. അതേതാണ്? പിന്നെ നിസ്കാരത്തിലേക്ക് വിളിക്കുന്നത് പോലെയാണ്. അപ്പോൾ നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ അടിമനെ അള്ളാഹിലേക്ക് വിളിക്കണ പോലെയാണ്. ഒരു ഭാര്യനെ ഭർത്താവ് അടുത്തേക്ക് വിളിപ്പിക്കുന്നത് പോലെ. അപ്പോൾ അജാബ് ബി ഇഖ്ബാലി താം ബി കുല്ലിയത്തി ഇലാ ഹദ്റത്തു സലാ, അവനെന്ത് ചെയ്യണം? അവന് ആ വിളിന് ഉത്തരം നൽകുകയും പൂർണ്ണമായ ആ നിസ്കാരത്തിന്റെ ഹദ്റത്തിലേക്ക് മടങ്ങുകയും ചെയ്യണം. വഹിയ അസ്സിലത്തു മിൻ റബ്ബിഹി, അത് അള്ളാഹുമായിട്ടുള്ള കണക്ഷനാണ് നിസ്കാരം. അത് രണ്ട് ഹദ്റത്തിലേക്കും അവൻ ശക്തിപ്പെടുത്തും. അതായത് അവൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കാൻ അവനെ അത് ശക്തിപ്പെടുത്തും. അതോടൊപ്പം അള്ളാഹുവുമായിട്ടുള്ള ബന്ധവും അത് ശക്തിപ്പെടുത്തും. നിസ്കാരം, ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാവിൽ മുൻകർ, അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. നിസ്കാരം മോശപ്പെട്ടതും മാച്ചവുമായ കാര്യങ്ങളിലൊക്കെ നമ്മളെ തടയും. അപ്പം നിസ്കാരം നടത്തുന്നതിലൂടെ റബ്ബുമായിട്ടുള്ള ബന്ധവും നന്നാവും. നിസ്കാരം നന്നാക്കുന്നതിലൂടെ അവൻ്റെ ശാരീരികമായ ആവശ്യങ്ങളിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്ന സാധനവും അവന് വർദ്ധിക്കും. അതുപോലെ ആണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലും അവൾക്ക് അദ്ദേഹത്തോട് ഒരു ഇൻറ്റിമസി ഉണ്ടെങ്കിൽ, അടുപ്പുണ്ടെങ്കിൽ, അദ്ദേഹം വിളിക്കുന്ന സമയത്തൊക്കെ അവൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ, അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ സ്നേഹിക്കുന്നത് അവരുടെയുള്ള ബന്ധം വർദ്ധിപ്പിക്കും. അതോടൊപ്പം മറ്റ് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അനുസരിക്കാനും അവൾക്ക് സാധിക്കും. അവൾക്ക് അതിന് ശക്തി കിട്ടും. ഫൈദ ഇൻതഅശബിസ്വല, അവൻ നിസ്കാരത്തിൽ നിന്ന് അവന് എനർജി കിട്ടിയാൽ, അവന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി, അവന് ഊർജ്ജസ്വലമായി അതിൽ നിന്ന് മടങ്ങിയാൽ, തഅല്ലഖ ബിൽ അസാത്തിർ റുബൂബിയ്യ ബി ഐദിൽ ഉബൂദിയ്യ, ഉബൂദിയത്തിലായി നിന്നുകൊണ്ട് അവൻ റുബൂബിയത്തിന്റെ മറകളുമായി ബന്ധിപ്പിച്ചു നിൽക്കും. അതായത് അവന് ഏത് കാര്യങ്ങളും, നിസ്കാരത്തിന് അവൻ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് കാര്യങ്ങളും അവൻ ഉബൂദിയത്തിലായി നിലകൊണ്ടായിരിക്കും ചെയ്യാം. തഅല്ലഖു കുല്ലിയൻ, അവൻ പൂർണ്ണമായി അതിൽ ഒട്ടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഹത്താ ലാ യബ്ഖാ ലിനഫ്സിഹി ഹൗലൻ വലാ ഖുവ്വത്തൻ, അവൻ്റെ ഉള്ളിൽ പിന്നെ ഒരു കഴിവും ഉണ്ടാവില്ല, ഒരു കഴിവും ശക്തിയും അവന് സ്വന്തമായി ഉണ്ടാവില്ല. ഫൈദാ തമ്മത്ത് തവജ്ജുഹാതുഹാ ലി ഹദ്റത്തി ഉലൂഹിയ്യത്തി,
സഹദ് ലഹുൽ ഉബൂദിയത്ത് സിർഫുൻ. അതുകൊണ്ട് തന്നെ അവനിലുള്ള ഈ അള്ളാഹുലേക്കുള്ള സാന്നിധ്യത്തിലേക്കുള്ള തിരിച്ചിൽ പരിപൂർണമായാൽ അവൻ്റെ ഉബൂദിയത്തും പരിപൂർണമാവും. അപ്പോൾ ഇത് കണക്റ്റഡാന്നർത്ഥം. ആരെങ്കിലും നിസ്കാരത്തിലേക്ക് മടങ്ങുമ്പോൾ, നിസ്കാരത്തിലേക്ക് നല്ല രൂപത്തിൽ മടങ്ങിയാൽ, നിസ്കാരത്തിലേക്ക് ഇഖ്ലാസോടു കൂടി മടങ്ങിയാൽ, നിസ്കാരത്തിലേക്ക് മടങ്ങുന്ന സമയത്ത് അവൻ ഇലാഹിലിൻ്റെ ഹദറത്തിലായി അവന് പൂർണ്ണമായി അവൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചാൽ അത് ബാക്കിയുള്ളതിൽ അവൻ ഉബൂദിയത്തിലായി നിൽക്കാനും അവന് സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ തോതനുസരിച്ച് അതും മാറുന്നർത്ഥം. അപ്പോൾ ഒരാൾ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ തിരക്കിട്ടാണ് നിസ്കാരത്തിലേക്ക് വരുന്നത്, അവൻ പരിപൂർണ അർത്ഥത്തിൽ അള്ളാഹുവിൽ മുഴുകിക്കൊണ്ടാണ് നിസ്കാരത്തിലേക്ക് വരുന്നത്, നിസ്കാരത്തിലായി അവൻ അള്ളാഹുവിൽ ലയിച്ചു തീരുന്ന അവസ്ഥ ഉണ്ടായിത്തീരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരത്തിൽ നിന്ന് പിരിയുമ്പോഴും അവൻ മറ്റു കാര്യങ്ങളിൽ മുഴുകുമ്പോൾ, അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ, കിടന്നുറങ്ങുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, അവൻ കല്യാണം കഴിച്ച് ഇണകളുമായി ചേരുമ്പോൾ, അവൻ്റെ ബിസിനസ്സിൽ നിൽക്കുമ്പോൾ, അവൻ്റെ കച്ചവടത്തിലും അവൻ്റെ കൃഷിയിലും എന്തൊക്കെ പ്രവർത്തനങ്ങൾ മുഴുകുന്നുണ്ടോ, അവൻ്റെ സംസാരത്തിലും പ്രവർത്തനത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ അള്ളാഹിൻ്റെ കൽപ്പനകളിലായി നിന്നുകൊണ്ട് ഉബൂദിയത്തിലായി നിൽക്കാൻ അവന് എളുപ്പമുണ്ടാവും. ഇത് റെഡിയാവുന്നതിനനുസരിച്ച് അതും റെഡിയാവും. ഇത് റെഡിയായില്ലെങ്കിൽ അതും റെഡിയാവില്ല. ഒരാളുടെ മുആമലാത്തുകൾ, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവൻ വീഴ്ചകൾ വരുന്നുണ്ടെന്ന് അർത്ഥം. വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ അവൻ്റെ നിസ്കാരത്തിലും അവന് വീഴ്ചകൾ വരുന്നുണ്ടെന്ന് അർത്ഥം. നിസ്കാരം നന്നായാൽ ഇത് നന്നാവും, നിസ്കാരം നന്നായില്ലെങ്കിൽ അത് നന്നാവില്ല. അപ്പോൾ നിസ്കാരം നല്ല ഖുശൂഅോട് കൂടി നിർവഹിക്കുന്നുണ്ട് നമ്മൾ കരുതുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറേ നേരം അവിടെ ഇങ്ങനെ നിൽക്കാന്നല്ല. അതിൻ്റെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ അദബുകളും പാലിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മൾ മറ്റേതിലും പ്രതിഫലിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വേറൊരു കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരാൾ എല്ലാ സമയവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉബൂദിയത്ത് കാണുന്നുണ്ട്, അദ്ദേഹത്തിന് അള്ളാഹുലായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് വന്നാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ നിസ്കാരവും അതുപോലെ ശരിയായിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും ഇതൊക്കെ അവന് സാധിക്കുന്നത്. ഇത് രണ്ടും മാച്ചായി നിൽക്കുന്നതാണ്. ഫൈദ തമഹദ അന്നൽ ലിൽ അബ്ദി ഹദ്റത്തു സലാം. അപ്പോൾ നിസ്കാരത്തിൽ അടിമക്കൊരു സാന്നിധ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അത് നിങ്ങൾക്ക് സ്ഥിരീകരിക്കപ്പെട്ടാൽ മുനിയ ഫിഹാ മിൻ നവാജിമിൻ നഫ്സിഹി വഹദത്തു സലാം, അവിടെ എന്ത് ചെയ്യും? ആ നിസ്കാരത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അവൻ്റെ നഫ്സിൻ്റെ കാര്യങ്ങൾ, അവൻ്റെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ അവിടെ മനേജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അതിനെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് നിസ്കാരത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ അവിടെ വെള്ളം കുടിക്കാൻ പറ്റൂല, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എണ്ണ ചേരാൻ പറ്റൂല, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഉറങ്ങാനോ മസ്താവാനോ ഒന്നും പറ്റൂല. അപ്പം അതിൽ നിന്നും എന്താ മനസ്സിലാവുന്നത്? അവന് പരിശുദ്ധമായ സാന്നിധ്യത്തിലാണുള്ളത്. പക്ഷെ നിസ്കാരം കഴിയുമ്പോൾ എന്തുണ്ട്? അവിടെ ഒരു സലാം വീട്ടലുണ്ട്. സലാം വീട്ടിയാൽ പിന്നെ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിസ്കാരത്തിൽ പ്രവേശിച്ച അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൻ്റെ സാന്നിധ്യത്തിലാണ് അവൻ നിൽക്കുന്നത്. നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞാൽ അവൻ്റെ റുബൂബിയത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അവൻ പോകാൻ സാധിക്കണം. അപ്പോൾ രണ്ട് ഹദ്റത്ത് അവിടെ ഉണ്ട്. ഉലൂഹിയത്തിൻ്റെ റുബൂബിയത്തിൻ്റെ ഹദ്റത്ത് അവൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അപ്പോൾ സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉബീഹത്ത് ലഹു ഫിഹ അസ്ബാബ് നഫ്സിഹി, അവനെന്ത് ചെയ്യണം? അവൻ്റെ നഫ്സിൻ്റെ അസ്ബാബുകളിലേക്ക് മടങ്ങൽ, അതിൻ്റെ കാരണങ്ങളിലേക്ക് മടങ്ങൽ അവനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയാണ്. അന്നഹു യജിബു അലൈഹു തഅമീറുഹുമാ ബില്ലാ, അവനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ചെയ്യേണ്ടത് അള്ളാഹുലായിട്ടാണ്. വഫി സ്വലാത്തി ബിൽ ഇഖ്ബാലി കുല്ലിഹി വശുഉലി കുല്ലിഹി, നിസ്കാരത്തിൽ അവൻ പൂർണ്ണമായ അള്ളാഹിലേക്ക് തിരിഞ്ഞുകൊണ്ടും അള്ളാഹുലായി മുഴുകിക്കൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. വഫിൽ ഹദ്റത്തി സലാം മുശാഹദത്തി അഫ്ആലിഹി മിനല്ലാഹ്, എന്നാൽ സലാം വീട്ടിക്കഴിഞ്ഞാൽ മറ്റു പ്രവർത്തനങ്ങൾ മുഴുകുമ്പോഴോ എല്ലാം അള്ളാഹുലായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും വേണം. ഇവിടെ ആരും ഒന്നും പ്രവർത്തിക്കുന്നില്ല, ആർക്കും സ്വന്തമായി കൈകൊള്ളുന്നില്ല, ആരും സ്വന്തമായി ഇവിടെ ഒന്നും പ്രവർത്തിക്കുന്നില്ല, അള്ളാഹിൻ്റെ പ്രവർത്തനം മാത്രമേ എല്ലാത്തിലും ഉള്ളൂ എന്ന് അവൻ കരുതുകയും വേണം. സലാം വീട്ടിക്കഴിഞ്ഞാൽ സലാം വിടുന്നതിന് മുമ്പോ അവൻ പൂർണ്ണമായ അള്ളാഹുൽ മുഴുകാനും അള്ളാഹുവിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കുകയും വേണം. വഅന്നഹു യഅകുലു ബൈന യദൈ സയ്യിദി, അവൻ സലാം വെട്ടിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹിൻ്റെ മുമ്പിലായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വയസ്റുബു, അള്ളാഹിൻ്റെ മുമ്പിലായിട്ടാണ് അവൻ കുടിക്കുന്നത്. വയുനാഖിഹു, അവൻ അള്ളാഹിൻ്റെ മുമ്പിലായിട്ടാണ് നിക്കാഹ് കഴിക്കുന്നത്. ബൈന യദൈ, അള്ളാഹിൻ്റെ മുമ്പിലായിട്ട്. ഇലാ ആഖിരി ലവാസിമിൽ ബശരിയ്യ, അവൻ്റെ ശാരീരികമായ എല്ലാ ആവശ്യങ്ങളും അവൻ അങ്ങനെയാണ് നിർവഹിക്കുന്നത്. വയതലബ്ബസു ബിദിക്രിൽ ലിസാനി ദായിമൻ, അവൻ്റെ നാവ് കൊണ്ടുള്ള ദിക്ർ കൊണ്ട് അവൻ എപ്പോഴും വസ്ത്രമണിയണം. അവൻ്റെ നാവ് കൊണ്ടുള്ള ദിക്ർ അവൻ്റെ വസ്ത്രമാക്കണം അവൻ എപ്പോഴും. വദിക്റുൽ ജനാനി ബാത്തിനൻ, അതുപോലെ തന്നെ
അവൻ്റെ അവൻ്റെ ഹൃദയം കൊണ്ടുള്ള ദിക്കറിലും അവൻ എപ്പോഴും ആവാൻ ശ്രമിക്കണം. നാവ് കൊണ്ടുള്ള ദിക്കറും ഉണ്ടാവണം, ഹൃദയം കൊണ്ടുള്ള ദിക്കറും ഉണ്ടാവണം. നാവിന് കൊണ്ടുള്ള ദിക്കർ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിൽ ഇങ്ങനെ അവന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യലാണ്. അപ്പോൾ ഓരോ സമയങ്ങളിലും അവന് പ്രത്യേകമായ ദിക്കറുകളുണ്ട്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒതു എടുക്കുമ്പോൾ ഈ നാവ് കൊണ്ട് ചെയ്യേണ്ട എന്തൊക്കെ ഉണ്ടോ ആ കർമ്മങ്ങളൊക്കെ അവൻ ചെയ്യാം. എന്നാൽ ബാത്തിനിയായ ദിക്കർ എന്ന് പറഞ്ഞാൽ മഹബത്തിൻ്റെ ദിക്കറാണ്. എപ്പോഴും ഹൃദയം അള്ളാഹിലേക്ക് തിരിഞ്ഞു വെക്കലാണ്. ഹൃദയത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ മഹബത്ത് നിറയലാണ്. ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ്റെ ബാത്തിനിയായ ദിക്കറിലും മുഴുകണം. ഇത് രണ്ടും ഉണ്ടാവണം. ഫലാ യജൂദു ലഹു ഗഫ്ലത്തൻ നഫ്സൻ വാഹിദൻ, ഒരു ശ്വാസത്തിൽ പോലും അള്ളാഹിനെ തൊട്ട് അശ്രദ്ധനാവുക എന്ന് പറയുന്നത് അവന് അനുവദനീയമല്ല. യഖ്ലത്തൻ വ മനാവൻ, ഉറക്കിലാണെങ്കിലും ഉണർവിലാണെങ്കിലും. ഫൈന്നഹു യനാവു ബിദ്മിനു, കാരണം നിങ്ങൾ ഉറങ്ങുന്നത് അവൻ്റെ സമ്മതത്തോടു കൂടിയാണ്. ബൈന യദൈഹി ബിഹി ലഹു, അവൻ്റെ മുമ്പിൽ അവനിലായിക്കൊണ്ട് അവന് വേണ്ടിയാണ് നിങ്ങൾ ഉറങ്ങുന്നത്. ഫീഹി മുതലബ്ബിസും ബിദിക്രൈനി ഹത്താ യനാം, അവന് ഉറങ്ങുന്നത് വരെ അവൻ്റെ നാവ് കൊണ്ടും ഹൃദയം കൊണ്ടുമുള്ള ദിക്കറിലായിരിക്കണം അവന്. മുസ്തഹബ്ബു ലഹു അലാ തൊഹാറത്തിൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവന് എപ്പോഴും ശുദ്ധി നിലനിർത്തുക എന്നുള്ളത് അവന് നിർബന്ധമായ കാര്യമാണ്, നല്ല കാര്യമാണ്. മുതത്വയ്യിബത്തൻ ബി അൻവാഇൽ അദ്കാർ, അതുപോലെ തന്നെ വ്യത്യസ്തമായ അദ്കാറുകൾ കൊണ്ട് അവൻ സുഗന്ധപൂരിതമാക്കുകയും വേണം. അവനെപ്പോഴും ശുദ്ധിയായി നിൽക്കണം, ഒളൂരായി നിൽക്കണം, ബാഹ്യമായും ആന്തരികമായും. എപ്പോഴും അവൻ ദിക്കറിലായി നിൽക്കുകയും വേണം. ആ ദിക്കർ അവനെ കൂടുതൽ സുഗന്ധപൂരിതമാക്കും. ഫൈദാ റദ്ദഹുല്ലാഹു ഇലാ ഹാലിയ ഖലത്തിൻ, ഫൈദാ റദ്ദഹുല്ലാഹു ഇലാ ഹാലിയ ഖലത്തി, ഇനിയിപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ ദിക്കറിലോ ഇബാദത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അവൻ ശുദ്ധിയിലായിട്ട് നിന്നു, എന്നിട്ട് അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റാൽ ഫൈദാ റദ്ദല്ലാഹു ഇലാ ഹാലിയ ഖലത്തിൻ, അവൻ ഉറക്കം നിന്ന് എഴുന്നേറ്റാൽ ബാദ മൗതിഹി മൗതുഹുൽ നൗം, ഉറക്കമാകുന്ന ഉറക്കിൽ നിന്ന് അവൻ എഴുന്നേറ്റാൽ ലഹിജ ബിദിക്രില്ല, അവൻ വീണ്ടും ദിക്കറിലായി കൊണ്ട് മൊയ്യണം. അത്തായദുഹുൽ ഹദ്റത്തു സലാ, നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ. ഫൈദാ ദഖലഹ ഫനിയ അൻ മുറാദാതിഹ ബിഹ, അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ അവൻ ഫനാ പ്രാപിച്ച അവസ്ഥയിലായിരിക്കണം. അവനെല്ലാ ആഗ്രഹങ്ങളും ഒക്കെ ഒഴിവായി അള്ളാഹുൽ ഫനാ പ്രാപിച്ച അവസ്ഥയിലായിരിക്കണം അവൻ ഉണ്ടാവേണ്ടത്. ഹദ്റത്തുൽ അബ്ദു ഹദ്റത്തുൻ വാഹിദുൻ വഹിയൽ ഉബൂദിയ, എന്നാൽ ഒരു അടിമയുടെ ഹദ്റത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉബൂദിയത്തിന്റെ ഹദ്റത്താണ്. എന്താണത്? ഐ തദല്ലുലു ബി ഇഹ്തിയാജിലി ഹദ്റത്തി സിയാദ, അത് എപ്പോഴും അള്ളാഹുവിനോട് തായ്മ കാണിക്കുന്ന അവസ്ഥയും എപ്പോഴും അള്ളാഹുവിനെ തൊട്ട് ആവശ്യം ഉണ്ടാവുന്നൊരവസ്ഥയാണ്. വൈന്നമാ ഇഫ്തറഖത്ത് ഇബാഹത്തിൽ ലവാസിമ ബശരിയ മിൻ അഖലിൻ വ ഐരിഹി വഹിയ ഹദ്റത്തുസ്സലാം. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് വേർതിരിച്ച് കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിൽ ഒരു ഭാഗം ബശരീയത്തിന്റെ കാര്യമാണ്, അത് നമുക്ക് അനുവദനീയമായതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ, അത് ഹദ്റത്തുസ്സലാമാണ്. സലാം വീട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു ഹദ്റത്താണ്. എന്നാൽ നിസ്കാരത്തിന് ഒരു ഹദ്റത്തുണ്ട്, അതിൻ്റെ അബി തഹരീമിഹൽ അൽ ബത്തൻ ഫഹിയ ഹദ്റത്തുസ്സലാം. അത് ഇതെല്ലാം നിഷിദ്ധമായ ഒന്നാണ്. അത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന് വെള്ളം കുടിക്കാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, അവൻ എണ്ണ ചേരാൻ പറ്റില്ല, ഒന്നും പറ്റൂല. അത് നിസ്കാരത്തിന്റെ ഹദ്റത്താണ്. അപ്പൊ ഇത് രണ്ടിലും ഒരു അടിമക്ക് ഉബൂദിയത്ത് ഉണ്ടാവണം. നിസ്കാരത്തിന്റെ ഹദ്റത്തിലേക്ക് അവൻ പ്രവേശിച്ചാൽ അവൻ അതിൽ ഫനാവുന്നൊരവസ്ഥ വേണം. നിസ്കാരത്തിന്റെ ഹദ്റത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അവൻ ബക്കാവുന്ന അവസ്ഥയിലാവണം. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ്റെ ആഗ്രഹങ്ങൾ ഒക്കെ അവന് നഷ്ടപ്പെടണം. നിസ്കാരത്തിന് പുറത്തേക്ക് പോന്നാൽ അവൻ ആഗ്രഹങ്ങളിലും പ്രവർത്തനങ്ങളിലായി മുഴുകുമ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ താഴത്തിലായി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണം. ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്നതാണ്, ഒരിക്കലും വേർപിരിഞ്ഞതല്ല. ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തും എന്നാണ് പറഞ്ഞതിന് സാരം. ജസാക്കല്ലാഹു ഖൈർ.